कृष्णवेद्यो नमो नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते महाविष्णुगोस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। कथंचन स्मृते यस्मिन् दुष्करं सुकरं भवेत्, विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्। अनर्पितचरीं चिरात् करुणयावतीर्ण कलौ समर्पयितुं नतोज्ज्वल रसां स्वभक्ति श्रियम्। हरिपुरडसुन्दरद्युति कदम्ब सन्दीपितः सदा हृदयकन्तरे स्फुरतु वा सच्चिनन्तनम्। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. ഇന്ന് നാമം ജപിക്കണോ? നമ്മൾക്ക് എല്ലാരും നാമം ജപിച്ചോണ്ടാണോ വന്നേ? അതെ മാതാജി. ആണല്ലേ? നാമം ജപിച്ചിട്ടാണ്. ആണ്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാം, നമുക്ക് പറ്റുന്നുണ്ടോ, കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇനി തൊട്ട് നാമം ജപിക്കാൻ നോക്കാമേ. ഈ ശ്രീരാമചന്ദ്രന്റെ രാജ്യം, രാമരാജ്യം എന്ന് പറയൂ അല്ലെ, അവിടെ മരണമോ വാർദ്ധക്യവും ഒന്നുമില്ലായിരുന്നു. വേണമെന്ന് നമ്മൾക്ക് തോന്നുമ്പോഴേ മരിക്കുള്ളായിരുന്നു. അതുപോലെ അമ്മയും അച്ഛനും ഇരിക്കുമ്പോ കുട്ടികൾ മരിക്കുക, അങ്ങനത്തെ ഒന്നും ഒരു സംഭവവും ഇല്ലായിരുന്നു. അത്ര നല്ല ഇതായിരുന്നു. അത് നമ്മൾക്ക് ഈ കലികാലത്തും കൊണ്ടുവരാം. എങ്ങനെയാണ്? നാമസങ്കീർത്തനം കൊണ്ട് നമ്മൾ ശ്രീരാമന്റെയും കൃഷ്ണന്റെയും നാമം ജപിക്കുമ്പം നമ്മൾക്ക് ഈ കലിയുഗത്തിലും ആ രാമരാജ്യം കൊണ്ടുവരാൻ പറ്റും. അതിന് നമ്മൾ ഒരാളോ രണ്ടാളോ ജപിച്ചാൽ പോരാ, ഈ ലോകത്തുള്ളവരെല്ലാരും കൊണ്ടും ജപിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ കാണുന്നവരുടെ അടുക്കലൊക്കെ ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് എല്ലാരെയും കൊണ്ട് നാമം ജപിപ്പിക്കാൻ നമ്മൾ കഴിയുത്തോളം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഗവൺമെന്റിന്റെ ഒക്കെ അന്യായങ്ങളും എല്ലാം മാറണമെങ്കിൽ കൂട്ടത്തോടെ നാമസങ്കീർത്തനം ചെയ്യണം. ഈ എന്താ പറയാ, ഇല്ലായ്മകള്, ഓരോ സാധനങ്ങളുടെ കുറവ് വരുന്നത്, അതെല്ലാം മാറിക്കിട്ടും നമ്മള് നാമം ജപിച്ചാല്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇന്ന് നേരെ ശ്ലോകത്തിലോട്ട് പോകാം, അല്ലെങ്കിൽ നമ്മൾ തീർക്കില്ല ഈ 1.5 മണിക്കൂറുണ്ട്. അപ്പം ഒരു തവണ ഞാന് ചൊല്ലാം, അത് കഴിഞ്ഞിട്ട് ചൊല്ലാൻ പറ്റുന്നവര്, ബുക്കുള്ളവര് ഒക്കെ ചൊല്ലാം കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാതസ്യ യതോന്വയാതി തരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ജന്മാദസ്യ യതോന്വയാതി തരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ
മുഹ്യന്തി യത് സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആരെങ്കിലും ചൊല്ലുന്നോ? 2-3 പേർക്ക് ചൊല്ലാം. ഹരേ കൃഷ്ണ. ഓം പറയ്. നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യദ്വാനുയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യസ്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോന്വയതിതരതശ്ചായാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദ്യായ ആദികവയേ മുഹന്തി യത്സുരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തുകുഹം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ആ പറയൂ, ചൊല്ലിക്കോട്ടെ. ചൊല്ലിക്കൊള്ളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ തിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആർക്കെങ്കിലും ചൊല്ലുന്നോ? ചൊല്ലിക്കോട്ടെ. ആ ചൊല്ലിക്കൊള്ളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ. ഇതില് ഇത് ആദ്യത്തെ വേഴ്സാണ് അല്ലേ? ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ വേഴ്സാണ്. അത് തുടങ്ങുന്നതേ എങ്ങനെയാണ്? ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പം വിത്തൗട്ട് എനി ഡൗട്ട് പറയുകയാണ്, ആരാണ് ഭഗവാൻ? വാസുദേവൻ. വാസുദേവൻ എന്ന് പറഞ്ഞാൽ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായ ശ്രീകൃഷ്ണനാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഭഗവാൻ എന്ന് പറയുകയാണ് വ്യാസദേവൻ. എന്നിട്ട് വ്യാസദേവൻ എന്താണ് പറയുന്നത്? ധീമഹി. ധീമഹി എന്ന് പറഞ്ഞാൽ ഞാൻ ഐ പേ ഒബേസൻസസ് ടു യു എന്ന് പറഞ്ഞാൽ, അല്ല, ഐ മെഡിറ്റേറ്റ് അപ്പോൺ യു. ധീമഹി എന്ന് പറഞ്ഞാൽ ഞാൻ ഹൃദയത്തിൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാണ്. മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ധ്യാനിക്കുകയാണ്. ആ ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ് സത്യം പരം ധീമഹി. ആ ഭഗവാന് ആരാണ്? പരമസത്യമാണ് എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു ശ്ലോകത്തിന്റെ അകത്ത് ഈ ഭഗവാൻ, നമ്മള് ഈ ശ്രീമദ് ഭാഗവതത്തിൽ മുഴുവനും കേൾക്കാൻ പോകുന്ന ഈ ഭഗവാനെ കുറിച്ചാണ്. ആ ഭഗവാന്റെ ഗുണങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഇപ്പൊ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം എന്താ? സത്യം പരം, പരമസത്യമാണ്. വേറെ ധാരാളം സത്യങ്ങളുണ്ട്, അതൊക്കെ റിലേറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ ഒന്നിനെ ബന്ധപ്പെട്ടാണ് വേറൊരു സത്യം ഇരിക്കുന്നത്. പക്ഷെ ഇതാണെങ്കിൽ പരമമായ സത്യമാണ്. അത് ആരെയും ആശ്രയിച്ചിട്ടുള്ള സത്യമല്ല. പിന്നെ ജന്മാദി യതോ,
ഇത് വേദാന്ത സൂത്രത്തിലെ വാക്ക് ഇവിടെയും എടുത്തിരിക്കുകയാണ്. വേദാന്ത സൂത്രത്തിലും പറയുന്നുണ്ട് ജന്മ ആദി അസ്യ യതോ എന്ന് പറഞ്ഞാൽ ജന്മം ആദി, ജനനം പോലെ ആദി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതും എന്ന് വെച്ചാൽ ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാ സംഗതികളുടെയും അസ്യ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ അതിനെക്കുറിച്ചാണ്. അത് എല്ലാം അത് ജന്മം അതില് അവസാനം വരെ, അല്ലെങ്കിൽ നമുക്ക് പറയാം സൃഷ്ടി സ്ഥിതി സംഹാരം, ഇതിന്റെ എല്ലാം സോഴ്സ്, ഇതിന്റെ എല്ലാം ഉറവിടം ഈ ഭഗവാനാണ്. അപ്പൊ ഓരോ ഭഗവാന്റെ ഗുണങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ആദ്യം പറയുന്നത് ഈ എല്ലാം കാണുന്ന എല്ലാത്തിൻ്റെയും സോഴ്സ് ഭഗവാനാണെന്ന് പറയണം. അപ്പൊ കോൺഷ്യസ്നെസ് ഉള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ലിവിങ് ബീയിങ്സ് അല്ലെ, അവർക്കേ ഉള്ളൂ അവബോധം. ഈ ലിവിങ് ബീയിങ്സിനൊക്കെ 6 ഇതുണ്ട്, 6 ചേഞ്ചസ് വരും അവരുടെ ജീവിതത്തിൽ. ഈ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്നത് നോൺ ഇൻആനിമേറ്റ് ആയിട്ടുള്ള സംഗതികൾക്ക് എന്ന് പറഞ്ഞാൽ ഈ കല്ല് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ, അതിന് ലൈഫ് ഇല്ലാത്ത ഈ യൂണിവേഴ്സ്, അതിനൊക്കെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരമുണ്ട്. ജീവനുള്ള ഇതെടുക്കുകയാണെങ്കിൽ അതിന് 6 ചേഞ്ചസ് ആണ് ജീവിതത്തിൽ ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ്? ജനിക്കും, പിന്നെ അവര് ഗ്രോ ചെയ്യും അല്ലെ, അവര് വളരും, പിന്നെ കുറച്ച് നാള് അതേ സ്റ്റേറ്റിൽ നിൽക്കും, പിന്നെ ഉൽപ്പാദിക്കും, കുട്ടികളെ ഉൽപ്പാദിപ്പിക്കും, പിന്നെ നമ്മള് പതുക്കെ ക്ഷയിക്കാൻ, ഡിറ്റീറിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ക്ഷയിക്കാൻ തുടങ്ങും, പിന്നെ മരിക്കും. അങ്ങനെ 6 സ്റ്റേജസിൽ കൂടിയാണ് ലിവിങ് ബീയിങ്സ് പോകുന്നത്. ഈ എല്ലാ ചേഞ്ചസും ആരാണ് അതിൻ്റെ എല്ലാം സോഴ്സ് എന്ന് പറയുന്ന? കൃഷ്ണനാണ്, ഭഗവാനാണ്. അതാണ് പരമസത്യം എന്ന്. എന്നിട്ട് ഈ ചേഞ്ചസ് ഒക്കെ നടക്കണമെങ്കിൽ അതിന് ഒരു ടൈം ഫാക്ടർ ഉണ്ട് അല്ലേ. ഇത് പെട്ടെന്ന് ജനിച്ചു വളർന്നു അങ്ങനെ അല്ലല്ലോ, അതിന് ഒരു കാലയളവുണ്ട്. ആ ടൈമും ആ കാലം എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ്, അതിൻ്റെ സോഴ്സും ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഈ നമ്മൾ കാണുന്ന എല്ലാ സംഗതികളുടെയും ഉറവിടം ഭഗവാനാണ് എന്ന് പറയുക. പിന്നെ ഇനി എന്താ പറയുന്ന? അൻവയാദി തരതശ് ചാർത്തേഷു അഭിജ്ഞ സ്വരാട് എന്ന് പറഞ്ഞാല് ഭഗവാന് അഭിജ്ഞൻ. അഭിജ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നു. ഭഗവാൻ എല്ലാം അറിയാം, എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതെല്ലാം ഭഗവാൻ അറിയാം. എങ്ങനെ? അൻവയാദ് ഇത്തരതശ് എന്ന് പറഞ്ഞാൽ, അൻവയാദ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഭഗവാൻ നമ്മളുടെയൊക്കെ ഉള്ളില് പരമാത്മാവായിട്ടിരിക്കുകയാണ് അല്ലെ. അപ്പം പരമാത്മാവിന് ഡയറക്റ്റ് ആയിട്ട് കാണാം ഓരോന്ന് സംഭവിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള അറിവ് ഭഗവാന് പരമാത്മാവായിട്ട് ഇരുന്നു കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഡയറക്റ്റ്ലി. അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടും ഭഗവാന് മനസ്സിലാകുന്നുണ്ട്. എങ്ങനെയാ? ഭഗവാന് കുറെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട് അല്ലെ, കുറെ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഇതെല്ലാം മനസ്സിലാക്കി ഭഗവാന്റെ അടുക്ക പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ഭഗവാന് ഈ ലോകത്ത് നടക്കുന്ന എല്ലാം അറിയുന്നുണ്ട്. നമ്മൾ ഭഗവത്ഗീതയിലും 13ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ക്ഷേത്രജ്ഞ. ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ഈ പ്രവർത്തികളൊക്കെ നടക്കുന്ന സ്ഥലത്താണ് ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടെമ്പിൾ അല്ല, നമ്മുടെ ബോഡീനെ ക്ഷേത്രം എന്ന് പറയും. അപ്പൊ അവിടെ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആ ബോഡിയിൽ നടക്കുന്ന എല്ലാം അറിയുന്ന ആൾ. അപ്പൊ ഞാ എന്ന് പറഞ്ഞ ഞഹ എന്ന് പറഞ്ഞാൽ അറിയുന്നു എന്നാണ്. അപ്പൊ കൃഷ്ണന് എല്ലാം അറിയുന്നുണ്ട്. എങ്ങനെ? അൻവയാദ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി, അല്ലെങ്കിൽ ഇത്തരത്തശ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലിയും അറിയുന്നുണ്ട്. കുറെ റെപ്രസെന്റേറ്റീവ്സ്, എന്താ ഈ ദേവന്മാര്,
പിന്നെ സൂര്യൻ, ചന്ദ്രൻ, ഇവരെല്ലാവരും വിറ്റ്നസ്സസ് ആണെന്ന് പറയും. എല്ലാം കാണുന്നവരാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കാണുന്നു അവര്. എന്നിട്ട് അവര് ഭഗവാന്റെ അടുക്ക പറയുന്നുമുണ്ട്. അപ്പൊ 2 തരത്തിൽ ഭഗവാന് എല്ലാം അറിയുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ മാനേജർ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആ കൺസ്ട്രക്ഷൻ മാനേജർ എന്ന് പറയുന്ന അയാൾക്ക് എല്ലാ സംഗതികളും ആ ബിൽഡിങ്ങിൽ നടക്കുന്ന എല്ലാ സംഗതികളും അറിയുന്നുണ്ട്. എന്നാൽ ഡയറക്റ്റ്ലി എല്ലാം ചെയ്യുന്ന അയാളായിരിക്കില്ല, അല്ലെ? കുറെ തൊഴിലാളിമാർ കാണും, കുറെ വർക്കേഴ്സ് കാണും. അവരായിരിക്കും ഈ മണ്ണ് കുഴച്ച് സിമെന്റ് കുഴച്ച് എല്ലാം ഉണ്ടാക്കുന്ന അവരായിരിക്കും. പക്ഷേ എല്ലാം എന്തൊക്കെ നടക്കുന്നു, ഓരോ മൂലയിലും എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അയാൾ അവെയറാണ്, അല്ലെ? ഈ കൺസ്ട്രക്ഷൻ മാനേജർ. അതുപോലെയാണ് ഭഗവാന് സ്വയം എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യുന്നില്ല. ഭഗവാന്റെ ധാമത്തിലാണ്. എന്നാലും ഭഗവാൻ പരമാത്മാ രൂപത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള കൊണ്ട് എല്ലാം നടക്കുന്നത് ഭഗവാൻ അറിയുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുന്ന ഹീ സ്വരാഡ്. സ്വരാഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനാണ്. ആരും ഭഗവാനെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഭഗവാൻ എല്ലാരെയും നിയന്ത്രിക്കുന്നു, പക്ഷെ ഭഗവാനെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഭഗവാൻ സ്വരാടാണ്, സ്വതന്ത്രനാണ്. എന്ത് വേണമെങ്കിലും ഭഗവാന് ചെയ്യാം. ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ മുകളിൽ ആരുമില്ല, ഭഗവാന്റെ തുല്യമായിട്ടും ആരുമില്ല. ഭഗവാന് ആണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആൾ. അപ്പൊ അതുകൊണ്ട് ഭഗവാന് സ്വരാടാണ്. ഭഗവാന് വേറെ ഒരു വാക്കുകൊണ്ട് നമ്മൾ സംബോധന ചെയ്യുന്ന അസമൂർധ്വ എന്ന് പറയും. സമം എന്ന് പറഞ്ഞാൽ ഈക്വൽ, അല്ലെ? ഊർധ്വ എന്ന് പറഞ്ഞാൽ മുകളില്. സോ അസമൂർധ്വ എന്ന് പറഞ്ഞാൽ സമമായിട്ടോ മുകളിലോ ആരുമില്ല. ഭഗവാനാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ അതൊക്കെ ഓരോ ഗുണങ്ങൾ പറയാണ്. ഭഗവാനാണ് ജന്മ ആദി അസ്യ യതോ. എല്ലാ ജന്മം തൊട്ട് മരണം വരെയുള്ള എല്ലാത്തിൻ്റെയും സോഴ്സ് ഭഗവാനാണ്. അതിനൊരു കാലയളവുള്ള ആ സമയവും ഭഗവാൻ തന്നെയാണ്. പിന്നെ ഭഗവാൻ അഭിജ്ഞനാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ഈ ലോകത്ത് നടക്കുന്ന എല്ലാം, ഈ പ്രപഞ്ചത്ത് നടക്കുന്ന എല്ലാം ഭഗവാന് അറിയാം. എങ്ങനെ? ഒന്നുമില്ലോ ഡയറക്റ്റ് ആയിട്ട് അറിയാം പരമാത്മാവായിട്ട്, അല്ലെങ്കിൽ വേറെ റെപ്രസെന്റേറ്റീവ്സ് പറഞ്ഞ് അറിയുന്നുണ്ട്. പിന്നെ ഹീസ് ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രനാണ്. ഇപ്പൊ ആരുമില്ല ഭഗവാന്റെ ഈക്വലായിട്ടോ ഭഗവാന്റെ മുകളിലോ ആരുമില്ല. അത് കാരണം ഭഗവാന് എല്ലാം അറിയുന്നു എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? തേനേ ബ്രഹ്മ ഹൃദായ ആദി കവയേ എന്ന് പറഞ്ഞ ബ്രഹ്മ എന്ന് പറയുന്ന വാക്കിന് കുറെ അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഈ ബ്രഹ്മ എന്ന് പറഞ്ഞാല് നോളജ് എന്നുള്ള അർത്ഥമാണ്. ബ്രഹ്മാവിനെ നമ്മൾ ബ്രഹ്മ എന്ന് വിളിക്കും, നോളജ് എന്ന് പറയും. പിന്നെ ബ്രഹ്മ എന്ന് നമ്മൾ പറയുന്ന പരമസത്യത്തിനെ നമ്മൾ ബ്രഹ്മ എന്ന് പറയും. അങ്ങനെ പല അർത്ഥങ്ങൾ ഉണ്ട്. ഇവിടെ നോളജ്, തേനെ എന്ന് പറഞ്ഞ ആ ഭഗവാൻ ബ്രഹ്മ നോളജ് ആർക്ക് കൊടുത്തു? ഹൃദയ ആദി കവയെ. ആദി കവയെ എന്ന് പറഞ്ഞ ആദ്യമായിട്ട് സൃഷ്ടിച്ച വ്യക്തിക്ക്. അതാരാണ്? ആദ്യമായിട്ട് ആരെയാ സൃഷ്ടിച്ചത്? ബ്രഹ്മാവിനെ. ബ്രഹ്മാവിനെ ആദി കവയെ എന്ന് പറയും. അപ്പൊ ആ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ഭഗവാൻ നോളജ് കൊടുത്തു, ജ്ഞാനം കൊടുത്തു എന്ന്. ഹൃദയത്തിൽ ജ്ഞാനം കൊടുത്തു എന്ന് പറയുന്നു. നമ്മൾക്കും അതുപോലെ നമ്മളുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് ഭഗവാനുണ്ട്. ഈ ബ്രഹ്മാവും ഭഗവാനെ ഫേസ് ടു ഫേസ് കണ്ടിട്ടല്ല നോളജ് കൈമാറിയത്, ഹൃദയത്തിൽ കൊടുക്കുകയായിരുന്നു. ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ അത് പകർന്നു കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഭഗവാന് നമ്മളുടെ ഹൃദയത്തിലും പകർന്നു തരാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമ്മളുടെയും പരമാത്മാവായിട്ട് നമ്മളുടെ ഉള്ളിലും ഭഗവാനുണ്ട്. ആ നോളജ് നമുക്ക് കിട്ടണം എന്ന് വെച്ചാൽ നമ്മൾ
പ്യൂരിഫൈഡ് ആയിരിക്കണം. എന്നാലേ നമ്മൾ അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ തന്നാലും നമ്മൾ അത് മനസ്സിലാക്കില്ല. അപ്പൊ അപ്പൊ പറയാറുണ്ട് ഭഗവാന് ചൈത്യ ഗുരുവാണെന്ന്. ചൈത്യ ഗുരു എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് ഗുരു എന്താ തരുന്ന ജ്ഞാനം അല്ലെ. അപ്പൊ ചൈത്യ ഗുരുവായിട്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്ന് നോളജ് തരും. പിന്നെ വെളിയില് ആരായിട്ട് തരുന്നു? നമ്മളുടെ സ്പിരിച്വൽ മാസ്റ്ററായിട്ട്. ആധ്യാത്മിക ഗുരു ഭഗവാന്റെ തന്നെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. ആ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഈ ഗുരു, ആധ്യാത്മിക ഗുരു നമുക്ക് ജ്ഞാനം തരുന്നു. അപ്പൊ 2 തരത്തിൽ നമുക്ക് ജ്ഞാനം ഭഗവാൻ തരുന്നുണ്ട്. ഒന്ന് ചൈത്യ ഗുരുവായിട്ടും ഒന്ന് ഈ ആധ്യാത്മിക ഗുരുവായിട്ടും തരുന്നുണ്ട്. 10ാമത്തെ അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് എന്താണ്? തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിത്തെ. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, തേഷാം ആരാണോ സതതയുക്താനാം എപ്പോഴും ഏത് സമയവും എപ്പോഴും എന്നെ ഭജിക്കുന്നത്, ഭജതാം പ്രീതിപൂർവകം. എങ്ങനെ വേണം ഭജിക്കാന്? നല്ല സ്നേഹത്തോട്, പ്രീതി ഓടെ എന്നെ സേവിക്കുന്നവര്, എന്നെ ഭജിക്കുന്നവർക്ക് ദദാമി ബുദ്ധിയോഗം തം, ഞാൻ അവർക്ക് കൊടുക്കും. എന്താ ദദാമി എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് കൊടുക്കും. എന്ത്? ബുദ്ധിയോഗം തം, ഞാൻ അവർക്ക് ബുദ്ധി കൊടുക്കും. എന്തിനുള്ള ബുദ്ധി? ഏന മാം ഉപയാന്തിത്തെ, അതുകൊണ്ട് ഈ ബുദ്ധി കൊണ്ട് അവർക്ക് എൻ്റെ അടുക്കൽ തിരിച്ചു മടങ്ങിയെത്താൻ പറ്റുന്ന ആ ബുദ്ധി ഞാൻ കൊടുക്കും. He will give us the understanding to come back to him. ആ ഒരു വിവേകം നമ്മൾക്ക് തരുന്നു. അപ്പം ഭഗവാന് നമ്മള് ഭജിക്കുകയാണെങ്കിൽ, നല്ലവണ്ണം ഏത് സമയവും നമ്മള് വളരെ സ്നേഹത്തോട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഭജിക്കുകയാണെങ്കിൽ, ഭഗവാൻ നമ്മുടെ ഉള്ളിലും ബുദ്ധി തരും, നമ്മൾക്ക് ജ്ഞാനം തരും. ആ ജ്ഞാനം കൊണ്ട് നമുക്ക് ഭഗവാന്റെ അടുക്ക തിരിച്ചെത്താൻ പറ്റും. ഇതിൽ ആദ്യമായിട്ട് വരുന്നവരുടെ നോളജിന് വേണ്ടി ഞാൻ പറയുകയാണ്, എന്താണ് ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്താൻ എന്ന് പറയുന്നത്? നമ്മൾ ഭഗവാന്റെ ലോകത്തായിരുന്നു അല്ലെ. വൺസ് അപ്പോൺ എ ടൈം, മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ലൈഫ് ടൈംസ് എഗോ നമ്മൾ ഭഗവാന്റെ കൂടെ ഭഗവാന്റെ ധാമത്തിലായിരുന്നു. ധാമം എന്ന് പറഞ്ഞാൽ ലോകത്ത്, ഭഗവാന്റെ കൃഷ്ണ ലോകത്തായിരുന്നു, കൃഷ്ണന്റെ കൂടെ ആയിരുന്നു നമ്മൾ. പക്ഷേ നമുക്ക് തോന്നി എല്ലാവരും കൃഷ്ണനെ മാത്രം എന്താണ് സെർവ് ചെയ്യുന്നത്, എനിക്കും കൃഷ്ണനെ പോലെ എന്നെയും എല്ലാവരും സെർവ് ചെയ്യണം എന്നുള്ളൊരു മനോഭാവം നമ്മൾക്ക് വന്നപ്പോൾ ഭഗവാൻ നമ്മളെ ഭൂമിയിലോട്ട് വിട്ട, ഭൂമിയല്ല ഭൗതിക ലോകത്തിലോട്ട് വിട്ടതാണ്. ഈ ഭൗതിക ലോകം ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന തന്നെ എന്തിനാണ്? നമ്മളെ ഇതുപോലെ ഭഗവാനിൽ നിന്ന് വേറിട്ട് നിന്ന് നമുക്ക് ആസ്വദിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾക്കുള്ളതുകൊണ്ട്, എന്നാൽ ശരി നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ശ്രമിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ട് നമ്മളെ ഇങ്ങോട്ടിട്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമ്മൾ വിചാരിക്കുന്നു ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റും, നമുക്ക് സന്തോഷിക്കാൻ പറ്റും, ഭഗവാന് അവിടെ സന്തോഷിക്കുന്ന പോലെ നമ്മൾക്ക് ഇവിടെ സന്തോഷിക്കാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓരോ ഈ മെറ്റീരിയൽ വേൾഡിലുള്ള ഓരോ സംഗതികളിൽ നമ്മൾ ആസക്തരായി, നമ്മൾ അത് കിട്ടിയാൽ നമുക്ക് സന്തോഷം കിട്ടും എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഓരോന്നിന്റെ പുറകെ ഓടുകയാണ്. എന്നിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ. നമ്മൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഭഗവാന്റെ അടുത്ത് ഭഗവാനെ സെർവ് ചെയ്യുമ്പോഴേ നമുക്ക് സന്തോഷം കിട്ടുന്നുള്ളൂ. ഭഗവാൻ സന്തോഷിക്കുന്നു എന്നറിയുന്നതിലാണ് നമ്മളുടെ സന്തോഷം ഇരിക്കുന്നത്. അപ്പം ആനന്ദം നമുക്ക് ലഭിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകണം. അപ്പൊ ഭഗവാൻ പറയാണ് 10ാമത്തെ അധ്യായത്തിൽ, ഭഗവത്ഗീതയിൽ 10ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയാണ്, നിങ്ങളെ എന്നെ നല്ലോണം ഭജിക്കുകയാണെങ്കിൽ,
സ്നേഹത്തോടെ ഭജിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട ബുദ്ധി തരും. ആ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തിരിച്ചു വരാം എന്ന് പറയുന്നു. അപ്പം തേനേ ബ്രഹ്മ ഹൃദായ ആദികവയെ, ഭഗവാൻ നോളജ് ഈ ആദികവി ആയ ബ്രഹ്മാവിന് കൊടുത്തു, ഹൃദയത്തിൽ പകർന്നു കൊടുത്തു. മുഹ്യന്തി യത് സൂരയഃ, എന്നാൽ ഭഗവാന് ഈ ലോകം സൃഷ്ടിച്ചു. പക്ഷേ സൂര്യയഃ എന്ന് പറഞ്ഞാൽ വലിയ ദേവന്മാരെ പോലെ, നമ്മളെക്കാട്ടിലും ഉയർന്ന കോൺഷ്യസ്നെസ്സും ഒക്കെ ഉള്ള സൂര്യന്മാർക്ക് പോലും, ഈ ദേവന്മാർക്ക് പോലും അവർക്ക് മുഹ്യന്തിയാകുന്നു. മുഹ്യന്തി എന്ന് വെച്ചാൽ അവർ ബിവിൽഡേർഡ് ആകുന്നു. ബിവിൽഡേർഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവുന്നു. അവർക്ക് എന്താണ് മലയാളത്തിൽ പറയാൻ പറ്റുന്നത്? അവർക്കും സംഭ്രമം വരുന്നു, അവർക്കും വിഭ്രാന്തി ഉണ്ടാവുന്നു. അവർക്ക് എന്താണ് സത്യം, എന്താണ് ഇല്യൂഷൻ, എന്താണ് സത്യം, എന്താണ് മായ എന്ന് അവർക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാതാവുന്നു. എങ്ങനെയാണ്? തേജോ വാരി മൃതാം യഥ വിനിമയോ എത്ര ത്രിസർഗോ മൃഷ. അപ്പൊ തേജോ വാരി മൃതാം, തേജോ എന്ന് പറഞ്ഞാല് ഫയർ, അഗ്നി. വാരി എന്ന് പറഞ്ഞാൽ വെള്ളം. മൃതാം എന്ന് പറഞ്ഞാൽ മണ്ണ്, ഏർത്ത്. അപ്പൊ ഈ ഇതില് നമ്മള് ഈ മിറാജ് എന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൊക്കെ നമ്മൾ വെള്ളമുണ്ട് എന്ന് കാണുന്നതിന് എന്താ മലയാളത്തിൽ പറയുന്നത്? മരീചി മാതാജി, മരീചി. എന്താ? മരീചി. മരീചി, അത് തന്നെ. അപ്പൊ മിറാജ് എന്ന് പറയും ഇംഗ്ലീഷില്. അപ്പം ഈ നമ്മൾ മരുഭൂമിയിൽ വെള്ളമുണ്ട് എന്ന് തോന്നും അല്ലേ? പക്ഷെ വെള്ളമുണ്ടോ? ഇല്ല. അതുപോലെ തീയില് നമ്മൾക്ക് വെള്ളമുണ്ടെന്ന് തോന്നാം. പിന്നെ ഇപ്പം നമ്മൾ വലിയ സമുദ്രം ഒക്കെ അവിടെ നമുക്ക് തോന്നും കുറച്ച് അകലെ ലാൻഡ് ഉണ്ടെന്ന് തോന്നും അല്ലേ? ഒരു ഐലൻഡോ എന്തോ ഉണ്ടെന്ന് പോലെ തോന്നും. അതൊക്കെ മരീചികളാണ്, നമ്മൾക്ക് തോന്നുന്നതാണ്, അത് ഇല്ല അല്ലെ? അതുപോലെയാണ് ഈ ലോകവും. ഈ ലോകം ഒരു തരത്തിൽ അത് മായയാണ്. അത് നമ്മൾക്ക് നമ്മളെ ഇവിടെ വിട്ടിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കാനാണ്. ഇതിന് ഒരു അസ്തിത്വമില്ല, ഒരു പെർമനന്റ് ആയിട്ടൊരു പെർമനൻസി ഇല്ല ഈ ലോകത്തിന്. അത് ജന്മാദസ്യ അല്ലെ? അത് സൃഷ്ടിക്കുന്നു, കുറച്ചു കാലം അത് അങ്ങനെ സ്ഥിതി ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ അത് സംഹരിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഈ ഭൂലോകം, ഈ ഭൗതിക ലോകം. അതുകൊണ്ട് പറയാണ് ഈ സൂര്യന്മാര് പോലും, ഈ ദേവന്മാര് പോലും ഭഗവാന്റെ ശക്തിയില് ബിവിൽഡേർഡ് ആയി പോകുന്നു. അവര് ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് തോന്നിക്കുന്നു അവർക്ക്. അതും ഭഗവാന്റെ ഒരു ഗ്രേറ്റ്നെസ്സിന്റെ ഒരു ക്വാളിറ്റിയാണ്. ഭഗവാന് നമ്മളെ മനഃപൂർവ്വം നമ്മളെ ഇങ്ങനെ സംഭ്രമിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല അങ്ങനെ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് മുക്തി വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ഭഗവാൻ നമ്മൾക്ക് മുക്തി തരും. നമ്മൾ പക്ഷെ നമ്മൾക്ക് ഈ ലോകത്തിലെ സംഗതികളോടാണ് ആസക്തി എന്ന് വെച്ചാൽ ശരി, നമ്മളെ ഈ ലോകത്തുള്ള സാധനങ്ങളൊക്കെ റിയലാണ്, ഇതെല്ലാം വാസ്തവമാണ്, ഇത് ട്രൂത്താണ്, റിയാലിറ്റിയാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നു. അത് അപ്പം നമ്മളുടെ തന്നെ പോരായ്മ കൊണ്ടാണ്. ഈ ബ്രഹ്മാവിന് പോലും ഈ ജ്ഞാനമൊക്കെ കൊടുത്തിട്ട് ബ്രഹ്മാവ് പോലും വിമോഹന ലീല എന്ന് പറയുന്ന ലീല അറിയാമോ നിങ്ങൾക്ക് എല്ലാവർക്കും? അത് പറഞ്ഞുതരാം. ആ ബ്രഹ്മാവ് പോലും വിമോഹനായി പോകുന്നു, ഇതില് ബിവിൽഡേർഡ് ആയി പോകുന്നു. അതിന് ഒരു ഉദാഹരണം ഭഗവാന് കൃഷ്ണൻ കൊച്ചു വൃന്ദാവനത്തിലെ ഗോപന്മാരുമൊക്കെ ആയിട്ട് വനത്തിൽ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പം
അവര് വനത്തിലിരുന്ന് കുറെ കളികളും ഒക്കെ കളിച്ച് എന്നിട്ട് എല്ലാവരും ഉച്ചയാവുമ്പോ അവരവരുടെ ടിഫിൻ ബോക്സുകളൊക്കെ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് കൊണ്ടുവന്ന ആഹാരമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും. അതില് ആരാ സുധാമയാണെന്ന് തോന്നുന്നു മോര് കൊണ്ടുവന്നത്. അത് അത്ര നല്ല മോരായിരുന്നില്ല. അപ്പൊ ഭഗവാന് കൊടുക്കണ്ടെന്ന് വെച്ച് വായിൽ അത് കുടിച്ചു. അപ്പം മുഴുവൻ ഇറക്കില്ല, കവിളിലിരിക്കായിരുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എനിക്കെന്താ നീ തരാതെ കുടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ അടിക്കും സുധാമയുടെ കവിളില്. എന്നിട്ട് വാ തുറന്ന് കൃഷ്ണന് ആ മോര് വാങ്ങിച്ച് ഭഗവാൻ കുടിക്കും. അപ്പൊ അങ്ങനത്തെ കളികളെല്ലാം ബ്രഹ്മാവ് മുകളിലിരുന്ന് നോക്കിയപ്പോ പറഞ്ഞു, ഇത് പരമ ദിവ്യോത്തമ പുരുഷനാകാൻ ഒരു വഴിയുമില്ല, ഇതാണോ പരമസത്യം, ആവാൻ ഒരു ചാൻസും ഇല്ല, ഇത് വെറും ഒരു മനുഷ്യനാണ് എന്ന് തോന്നിയിട്ട് എന്ത് ചെയ്തു, എന്നാ ഒന്ന് പരീക്ഷിച്ച് കളയാം, ഈ ഭഗവാനാണോ അല്ലയോ എന്ന് പറഞ്ഞ് കുറെ ഈ അവരിരുന്ന് കഴിക്കുമ്പം ഈ പശുക്കളും പശുക്കിടാക്കളും എല്ലാം ഇങ്ങനെ അവര് പുല്ലും മേച്ചോണ്ട് അവരങ്ങ് പോകും, വനത്തിലോട്ട് അങ്ങ് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പം പശുക്കളെ ഒന്നും കാണുന്നില്ല. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യും, ബാക്കി ഗോപന്മാര് പറയും ഞങ്ങൾ പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഗോപന്മാര് പോയി ഗോപന്മാരെയും കാണാതായി. അപ്പൊ ഭഗവാൻ ചെന്ന് നോക്കുമ്പോ അവരെ കാണാനേ ഇല്ല. എന്ത് പറ്റി? ഈ ബ്രഹ്മാവ് ഇവരെ എല്ലാം എടുത്തോണ്ട് പോയി ഒളിപ്പിച്ചു വെച്ചു. എന്താ ഇനി ചെയ്യുന്ന കൃഷ്ണൻ എന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ എല്ലാം കൊണ്ടുപോയി ഒളിപ്പിച്ചു. അപ്പൊ എന്ത് ചെയ്തു ഭഗവാൻ ഇനി തിരിച്ച് വനത്തിൽ നിന്ന് വീട്ടിലോട്ട് വരാൻ പറ്റില്ല അല്ലെ. എല്ലാവരുടെ അമ്മമാരും അച്ഛന്മാരും ചോദിക്കും, മക്കൾ എന്തിയേ എന്ന് ചോദിക്കും അല്ലെ, പശുക്കളൊക്കെ എന്തിയേ എന്ന് ചോദിക്കും. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ രൂപവിസ്തരണത്തില് അത്രയും ഗോപന്മാരെയും അത്രയും പശുക്കളെയും കിടാക്കളെയും ഉണ്ടാക്കി. ഭഗവാൻ തന്നെ അവരുടെ രൂപമെടുത്തു. എന്നിട്ട് ഓരോ ഗോപര് ഓരോ തരത്തിലായിരിക്കുമല്ലോ, അതേപോലെ സെയിം ടു സെയിം ആയിട്ട് അങ്ങനെ വിസ്തരണം ഭഗവാനെ എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ അത്രയും ഗോപന്മാരും അത്രയും പശുക്കളുമായിട്ട്, എന്നിട്ട് അവരുടെ വസ്ത്രങ്ങളുമൊക്കെ അതേപോലെ ആയിട്ട്, എന്നിട്ട് അവര് എല്ലാരും വീട്ടിൽ വന്നു. അപ്പൊ അവരുടെ പേരൻസ് ഒന്നും അറിയുന്നില്ല ഇത് വേറെ, ഇത് സ്വന്തം മകനല്ല, കൃഷ്ണന്റെ തന്നെ രൂപമാണ്. പക്ഷെ അവർക്കൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ്, ഭയങ്കര സ്നേഹം തോന്നി അവരുടെ മക്കളോട്. അത്രയും നാളില്ലാത്തതിനെക്കാട്ടിലും കൂടുതൽ സ്നേഹം ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും അവരുടെ കുട്ടികളോട് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ തന്നെയല്ലേ വന്നിരിക്കുന്നത്. അവരെ അറിയുന്നില്ലെങ്കിലും അവർക്ക് അവരുടെ ഉള്ളിൽ ഭയങ്കര ആനന്ദം വരുമായിരുന്നു ആ കുട്ടികളുടെ അടുത്ത് നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ പശുക്കൾക്കും അവരുടെ കന്നുകുട്ടികളെ എല്ലാവരോടും ഭയങ്കര സ്നേഹം തോന്നി. അങ്ങനെ ഒരു കൊല്ലം പാസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ 1000 ചതുർയുഗമാണ് അല്ലെ. അപ്പൊ ഒരു കൊല്ലം ഇവിടത്തെ ഒരു കൊല്ലം എന്ന് പറയുന്ന ബ്രഹ്മാവിന് ഒരു നിമിഷം പോലെയുള്ളൂ. ഒരു കൊല്ലം ഇതുപോലെ നടന്നു. മറ്റേ കുട്ടികളെ എല്ലാം ബ്രഹ്മാവിന്റെ അടുത്ത്, ബ്രഹ്മാവ് ഒരു കേവില്, ഒരു ഗുഹയില് അവരെ എല്ലാം ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഭഗവാന് ഈ വിസ്തരണമായിട്ട് ഈ ഗോപന്മാരൊക്കെ ആയിട്ട് അവര് തുടർന്ന് കളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു കൊല്ലം ആകാറായപ്പം ഈ സംഭവം നടക്കുമ്പം ബലരാമന് അന്ന് വന്നിട്ടില്ല. ബലരാമന്റെ പിറന്നാളായ കാരണം അമ്മ രോഹിണി മാത വിട്ടില്ല ബലരാമനെ. അതുകൊണ്ട് ബലരാമൻ ഇല്ലായിരുന്നു ഇത് നടക്കുമ്പം. എന്നിട്ട് ഒരു കൊല്ലം ആകാറായപ്പം ഇങ്ങനെ അവര് കന്നുകുട്ടികളുമായിട്ട് ഇങ്ങനെ പോകുമ്പം ഈ കന്നുകളുടെ അമ്മമാരായ പശുക്കള് മോളിൽ നിന്ന് പശുക്കളെ വേറെ വലിയ ഈ ഗോപന്മാരാണ് പശുക്കളെ നോക്കുന്നത്. കൊച്ചു കിടാക്കളെയാണ് ഈ ഗോപന്മാരും ഈ ചെറിയ കുട്ടികള് നോക്കുന്നത്. കൃഷ്ണനും ചെറിയ കുട്ടികളും കൊച്ചു കന്നും കുട്ടികളെയാണ് നോക്കുന്നത്. അപ്പൊ ഈ പശുക്കള് ഇങ്ങനെ ഗോവർദ്ധനത്തിന്റെ മുകളിൽ ഇങ്ങനെ മേച്ചോണ്ടിരിക്കുമ്പം അവരുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവര് ഓടി വന്ന് കുഞ്ഞുങ്ങളുടെ അടുത്ത് വരുന്നു.
അപ്പൊ ഇത് കാണുമ്പം ബലരാമന് ഒരു സംശയം തോന്നും, ഇതെന്താ അങ്ങനെ വരുന്നത്, അങ്ങനെ സാധാരണ വരാറില്ലല്ലോ എന്ന്. അപ്പം ബലരാമൻ ഒരു സംശയം തോന്നും, ഇവരെല്ലാരും കൃഷ്ണൻ തന്നെയാണോ എന്ന്. അപ്പൊ കൃഷ്ണനോട് ചോദിക്കും, എന്താണ് ഇവിടെ സംഭവം നടന്നതെന്ന് പറയുമ്പോ കൃഷ്ണൻ പറയും, ഒരു കൊല്ലം കഴിയുമ്പം ബ്രഹ്മാവ് തിരിച്ചു വന്ന് നോക്കും എന്ത് സംഭവിച്ചു ഇവിടെ എന്ന്. അപ്പൊ നോക്കുമ്പം എല്ലാരും അതേപോലെയുണ്ട്. അപ്പൊ പിന്നെ പോയി ആ കേവി പോയി നോക്കും, ആ ഗുഹയിൽ പോയി നോക്കും, ഞാൻ വെച്ച കുട്ടികൾ അവിടെ തന്നെ ഉണ്ടോന്ന്. അപ്പൊ അവരവിടെയുണ്ട്. അപ്പം ബ്രഹ്മാവ് വരും, കൃഷ്ണന്റെ അടുത്ത് വരും. അപ്പൊ കൃഷ്ണന്റെ അടുക്ക് ചോദിക്കും, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോ കൃഷ്ണൻ കാണിച്ചു കൊടുക്കും, കൃഷ്ണൻ തന്നെയാണ് ഇവരെല്ലാരും. അപ്പം ബ്രഹ്മാവ് കാണും എല്ലാരും കൃഷ്ണന്മാരാണ് എന്നുള്ളത്. അങ്ങനെ പിന്നെ ബ്രഹ്മാവ് വളരെ സോറിയൊക്കെ പറയും. അതാണ് ബ്രഹ്മ വിമോഹന ലീല എന്ന് പറയും. ബ്രഹ്മാവിനെ പോലും വിമോഹിപ്പിച്ചു, ഇല്യൂഷനിലായി. ബ്രഹ്മാവ് പോലും ഈ കൃഷ്ണൻ ഈ പരമ ദിവ്യോത്തമ പുരുഷനാണ് എന്ന് മനസ്സിലാക്കിയില്ല. അത് ഇന്ദ്രനും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇന്ദ്രന് എല്ലാ കൊല്ലവും ഇന്ദ്രന് വേണ്ടി അവര് പൂജ ചെയ്യുമായിരുന്നു, ഇന്ദ്രന് പൂജ ചെയ്യുമായിരുന്നു, ഈ വൃന്ദാവനത്തിലെ നന്ദഗോപരും എല്ലാരും കൂടി. പക്ഷേ കൃഷ്ണൻ ഒരു തവണ പറഞ്ഞു, എന്തിനാ നമ്മൾ ഇന്ദ്രനെ അങ്ങനെ പൂജിക്കേണ്ട കാര്യം, ഇന്ദ്രന്റെ ഡ്യൂട്ടിയാണ് മഴ പെയ്ക്കുക എന്നുള്ളത്, ഇന്ദ്രന്റെ ഡ്യൂട്ടിയാണ്. നമ്മൾ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല, ശരിക്കും ഗോവർദ്ധന ഹില്ലിനെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാം തരുന്ന ഗോവർദ്ധന ഹില്ലാണ്. നമ്മളുടെ പശുക്കൾക്കെല്ലാം ഈ ഗ്രാസ് എല്ലാം കൊടുക്കുന്നത് ഗോവർദ്ധനല്ലേ. അപ്പൊ നമ്മൾ ഗോവർദ്ധനനെ വേണം പൂജിക്കാൻ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും ഗോവർദ്ധനനെ പൂജിച്ചു. അപ്പൊ ഇന്ദ്രന് ദേഷ്യം വരും. അപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്യും, ഈ പ്രളയം വരുന്ന സമയത്ത് വരുന്ന മഴയുണ്ട്, ഭയങ്കര ഇടിയുമൊക്കെയുള്ള മഴ, അതുപോലത്തെ മഴ 7 ദിവസം മഴ ഇങ്ങനെ തോരാതെ വൃന്ദാവനത്തില് വർഷിച്ചു. അപ്പൊ ഇത് മഴ തുടങ്ങിയപ്പോഴേ എല്ലാരും ഓടി കൃഷ്ണന്റെ അടുത്തെത്തി, ഇങ്ങനെ മഴ പെയ്യുന്നു, നമുക്ക് പ്രൊട്ടക്ഷൻ ഇല്ലാതായി എന്ന് പറഞ്ഞപ്പം ഭഗവാന് ഈ ചെറുവിരലില്, ലെഫ്റ്റ് ഹാൻഡിലെ ചെറുവിരലില് ഈ ഗോവർദ്ധൻ ഉയർത്തി. എന്നിട്ട് എല്ലാവരും അതിന്റെ ഉള്ളില് ഇരുന്നു 7 ദിവസം. എന്നിട്ട് ഈ വെള്ളം ഇതിന്റെ അകത്തോട്ട് ഒലിച്ചു പോകാതിരിക്കാന് അനന്തശേഷൻ ഒരു ബോള് പോലെ അതിന്റെ ചുറ്റിനും ഇങ്ങനെ നിലത്തിങ്ങനെ വെച്ചു, അപ്പൊ വെള്ളം അകത്തോട്ട് കയറാതിരിക്കാൻ. അങ്ങനെയാണ് 7 ദിവസം എല്ലാവർക്കും കൃഷ്ണനെ കണ്ടോണ്ടിരിക്കാൻ പറ്റി. അത് കാരണം ഭഗവാന് ബ്രഹ്മാവിനെ വഴക്ക് പറഞ്ഞു ഇങ്ങനെ ചെയ്തയില്ല. എന്താന്ന് വെച്ചാൽ എല്ലാവരെയും മാറ്റി നിർത്തിയില്ലേ, ഭഗവാനെ സെർവ് ചെയ്യാനുള്ളതിൽ നിന്ന് ഈ ഗോപന്മാരെയൊക്കെ പശുക്കളെയും ഒക്കെ അകറ്റി നിർത്തിയോണ്ട് ബ്രഹ്മാവിനെ കുറെ വഴക്ക് പറഞ്ഞു. പക്ഷെ ഇന്ദ്രന്റെ അടുക്ക പറഞ്ഞു, ഓക്കെ നീ പോ, നിന്റെ ജോലി നോക്ക്, ഇന്ദ്രലോകം പോയി ഈ ദേവന്മാരുടെ ലോകം ഭരിക്കുകയെന്നും പറഞ്ഞ് വിട്ടതേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ഹി വാസ് പ്ലീസ്ഡ്, എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാൻ 7 ദിവസം. അപ്പൊ അങ്ങനെ ദേവന്മാര് പോലും മോഹിതരാകുന്നു ഭഗവാന്റെ ഓരോ ലീലകൾ കാണുമ്പോൾ. അതാണ് ഇവിടെ പറയുന്നത് മുഹ്യന്തി സൂര്യഃ. ഇപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ്. ഈ വെള്ളത്തില് മണ്ണ് കുഴച്ചിട്ട് നമ്മൾ തീയിലിട്ട് അത് ചൂടാക്കി എന്നിട്ടാണ് നമ്മൾ ബ്രിക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. ആ ബ്രിക്ക് വെച്ച് നമ്മൾ വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ഭയങ്കര ഇത്രയും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി എന്നൊക്കെയുള്ള നമുക്ക് അഹംഭാവവും, അങ്ങനെ നമ്മളുടെ വിചാരം നമ്മൾ അതിൽ മോഹിച്ച് വീഴുകയാണ്. ഇതെല്ലാം നമ്മൾ സൃഷ്ടിച്ചതാണ് എന്ന് ഉള്ള ഒരു തോന്നല് നമുക്ക് വരുന്നു. എന്നാൽ ഇതെല്ലാം ആരാണ്? ഇതെല്ലാം ഉൽപ്പത്തി ഭഗവാൻ തന്നെയാണ്. എത്ര ത്രിസർഗോ മൃഷ, ഈ എല്ലാത്തിൻ്റെയും സൃഷ്ടി, സർഗം എന്ന് പറഞ്ഞാല് സൃഷ്ടി എന്ന് ഉള്ള അർത്ഥം വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഈ 3
മൂന്ന് മോഡ്സ് ഉണ്ട്. ഈ മൂന്ന് മോഡ്സ് കൊണ്ടാണ് ക്രിയേഷൻ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ മോഡ്സ് കൊണ്ടാണ് ഈ ക്രിയേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നമ്മൾക്ക് ഫാക്ച്വൽ ആണ്, അത് യഥാർത്ഥമാണ് എന്ന് തോന്നിപ്പിക്കുന്നു. അമർഷ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതെല്ലാം റിയാലിറ്റിയാണ് എന്ന് നമ്മൾക്ക് തോന്നുന്നു. എന്നാൽ അതൊന്നും റിയാലിറ്റി അല്ല, അതൊക്കെ താൽക്കാലികമായിട്ട് ഉണ്ടാകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ ദാംന സ്വേന സദാ നിരസ്ത കുറക്കം. ഹരേ കൃഷ്ണ മാതാജി. എത്ര സർഗോമൃഷ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ എന്താണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്ന? എല്ലാത്തിന്റെയും സൃഷ്ടി, സൃഷ്ടിയുടെ ഈ മൂന്ന് ഇതുണ്ടല്ലോ, സൃഷ്ടി, സ്ഥിതി, സംഹാരം. അതുമാകാം, അല്ലെങ്കിൽ ഈ മോഡ്സ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് സത്വ, രജോ, തമോ ഗുണം. ഈ മൂന്ന് ഗുണങ്ങൾ കൊണ്ടാണ് ഈ ക്രിയേഷൻ നടക്കുന്നത്. ഈ സൃഷ്ടി നടക്കുന്നതിന്റെ ഇത് കാരണം തന്നെ ഈ 3 മോഡ്സ് ഓഫ് നേച്ചർ ആണ്. അപ്പൊ അതും ആകാം. അപ്പൊ ഈ 3 മോഡ്സ് അത് എല്ലാം നമ്മൾക്ക് തോന്നുന്നു അതെല്ലാം സത്യമാണ് എന്ന്. എന്നാ ഭഗവാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിൽ നിന്നെല്ലാം മാറി, അല്ലെ? സ്വന്തമായിട്ടുള്ള ഭവനത്തിലാണ് ഭഗവാൻ. ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു. എവിടെ? ഇറ്റേർണലി. അത് ഭഗവാന്റെ ദിവ്യമായ ആ ധാമം എന്ന് പറഞ്ഞാല് എബോർഡ്, റെസിഡൻസ് എന്നൊക്കെ പറയാം. ധാമം എന്നാണ് പറയുന്നത്. നമ്മൾ പറയില്ലേ ചതുർധാമങ്ങള് ഏതൊക്കെയാണ് എന്നൊക്കെ പറയില്ലേ? അത് ധാമം എന്ന് പറഞ്ഞാല് പ്ലേസ് ഓഫ് റെസിഡൻസ് എന്നുള്ള അർത്ഥമാണ്. അത് ഭഗവാന്റെ ധാമം, ദിവ്യമായ ധാമം എവിടെയാണ്? ഗോലോകത്തില്. അതില് ഇതുപോലത്തെ ഈ ഭൗതിക ലോകത്തിലുള്ള പോലത്തെ ഇല്യൂഷൻസ് ഒന്നുമില്ല, മായയൊന്നുമില്ല ഭഗവാന്റെ ലോകത്ത്. അത് എപ്പോഴും ഭഗവാന്റെ ലോകം എപ്പോഴും മായയൊന്നുമില്ലാതെ റിയാലിറ്റി മാത്രമേ അവിടെയുള്ളൂ. നമ്മളുടെ ഇവിടെയാണ് ശരിക്കും പറയുന്നത്. 15-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം ഗോലോകത്തിലുള്ളതിന്റെ ഒരു റിഫ്ലക്ഷനാണ്. ഇപ്പൊ നമ്മള് ഒരു മരം ഒരു റിവറിന്റെ തീരത്ത് നിൽക്കുകയാണെങ്കിൽ, ബാങ്കിന്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ വെള്ളത്തിൽ നോക്കുകയാണെങ്കിൽ തല തിരിഞ്ഞ് കാണും, അല്ലെ? ഈ ട്രീനെ നമ്മൾ തല തിരിഞ്ഞ് കാണും. അതുപോലെയാണ് ഭൂമിയിലുള്ള എല്ലാം ഗോലോകത്തിലുള്ള സാധനങ്ങളുടെ തല തിരിഞ്ഞ വേർഷനാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഭഗവാന്റെ ധാമത്തിലാണ് റിയാലിറ്റി, റിയൽ ആയിട്ടുള്ള സംഗതി. നമ്മൾ ഇവിടെ കാണുന്നതെല്ലാം തല തിരിഞ്ഞുള്ള ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ ഞാന് പ്രണമിക്കുന്നു എന്നാണ് വ്യാസദേവൻ പറയുന്നത്. അപ്പൊ ഈ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഓരോ ഗുണങ്ങളാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തില് പറയുന്നത്. എന്തെങ്കിലും വിട്ടുപോയോ നോക്കട്ടെ. ഈ ബ്രഹ്മാവിനെ ആദ്യം സൃഷ്ടിച്ചപ്പോഴും ബ്രഹ്മാവ് അറിയില്ലായിരുന്നു. എല്ലായിടവും നോക്കുമ്പം ഇരുട്ട് മാത്രമായിരുന്നു. ബ്രഹ്മാവ് ആ ലോട്ടസ് ഫ്ലവറിന്റെ മുകളിലിരുന്ന് ഇങ്ങനെ എല്ലായിടവും ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോ എല്ലായിടവും ഇരുട്ട് മാത്രം. അപ്പം ബ്രഹ്മാവ് എന്താണ് ഞാൻ, എവിടെ നിന്നാണ് ഞാൻ ഉണ്ടായത് എന്നൊക്കെ അറിയാൻ ഈ താമരയുടെ ആ സ്റ്റെമ്മിന്റെ അകത്തൂടി കയറി കുറേ ദൂരം പോയി. എന്നിട്ടും അതിന്റെ ഉൽപ്പത്തി എവിടെയാണ്, അതിന്റെ സോഴ്സ് എന്ന് കാണാൻ പറ്റിയില്ല.
എന്നിട്ട് തിരിച്ചു കയറി വന്നു. അങ്ങനെ ഇരിക്കുമ്പം 2 വാക്ക് ഇങ്ങനെ കേൾക്കും, 2 സിലബിൾസ്, താപ്പ താപ്പ എന്ന് കേൾക്കും. അപ്പം ബ്രഹ്മാവിന് മനസ്സിലാകും ഞാൻ തപസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് 1000 നമ്മളുടെ ഇയേഴ്സ് അല്ല, ദേവന്മാരുടെ വർഷങ്ങൾ, 1000 വർഷങ്ങൾ തപസ് ചെയ്യും. അങ്ങനെ തപസ് ചെയ്യുമ്പോഴ് ഭഗവാന്റെ അല്ല ബ്രഹ്മാവിന് കാണാൻ പറ്റും, വിഷ്ണു ഭഗവാനെ കാണും. അങ്ങനെയാണ്. എന്നിട്ട് ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ആ നോളജ് എല്ലാം വന്നത്. അപ്പം അങ്ങനെ ബ്രഹ്മാവിനും ഭഗവാനിൽ നിന്നാണ് ഈ ജ്ഞാനമെല്ലാം കിട്ടിയത്. അല്ലാതെ ബ്രഹ്മാവാണ് ഏറ്റവും ആദ്യത്തെ സൃഷ്ടികർത്താവ്, അതുകൊണ്ട് ബ്രഹ്മാവാണ് എല്ലാ നോളജും ബ്രഹ്മാവിന്റെ അടുത്തുനിന്നാണ് വരുന്നത്. ശരിയാണ്, നമ്മൾക്ക് കിട്ടുന്നത് ബ്രഹ്മാവിന്റെ അടുത്തുനിന്നാണ്, പക്ഷേ ബ്രഹ്മാവിന് കിട്ടിയത് ഭഗവാന്റെ അടുത്തുനിന്നാണ്. ഇതാണ് ആദ്യത്തെ ഇതിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റിയോ? ഞാൻ ഫോട്ടോ കോപ്പി അയച്ചത്, സ്കാൻ ചെയ്ത് അയച്ചത്. മലയാളം ഭാഗവതം ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതാ നോക്കാം. ആരുടെ കയ്യിലാ ഉള്ളത്? പേര് പറയൂ. വിജയശ്രീ. അല്ല, എന്റെ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാനേ അത് നോക്കിയില്ല. ഇംഗ്ലീഷ് അല്ലേ? ഇംഗ്ലീഷ്. ഞാൻ മലയാളവും ഒടുക്കം അതിന്റെ ഫോട്ടോ എടുത്ത് അയക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണപ്രിയ വായിച്ചോ? ഹരേ കൃഷ്ണ. അത് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചിരുന്നു, മലയാളത്തിലുള്ളത്. അതെല്ലാവരും ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ എന്നിട്ട് പറയൂ, നിങ്ങൾക്ക് അത് ക്ലാസ്സിൽ വായിക്കണം എന്ന് വെച്ചാൽ നമുക്ക് വായിക്കാം. ഓരോ പാരഗ്രാഫായിട്ട് വായിച്ചിട്ട് അതിന് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഇത് മലയാളത്തിൽ 13 പേജുകൾ ഉണ്ടായിരുന്നു. ആ 13 പേജ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം എടുക്കുമായിരിക്കും. അത് സാരമില്ല, നമ്മൾ അറിഞ്ഞ് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, നിങ്ങൾക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് സംശയമുള്ളത് ചോദിക്കാമെന്ന് വെച്ചാൽ അങ്ങനെയും ചോദിക്കാം. എന്നുവെച്ചാൽ പ്രഭുപാദരുടെ പർപ്പോട്ട്സ് എന്ന് പറയുന്ന, ഭാവാർത്ഥം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രത്യേകിച്ച് ഈ ആദ്യത്തെ കുറേ ശ്ലോകങ്ങളെല്ലാം പ്രഭുപാദ് കുറേ നീണ്ടുള്ള പർപ്പോട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഭാവാർത്ഥമാണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് വായിച്ചാൽ നമുക്ക് കുറെ കൂടി മനസ്സിലാകും ഈ എന്താണ് ഈ ഭാഗവതത്തിലുള്ളതെന്നും ഭഗവാനെ കുറിച്ചും ഒക്കെ നമ്മൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഹരേ കൃഷ്ണ. വിവോ എന്ന് പറയുന്ന പേരെന്താണ് വിവോയുടെ? ഹരേ കൃഷ്ണ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുമോ? ഐ ഹാവ് ഇംഗ്ലീഷ് ഭാഗവതം. ശരി. അപ്പം ഇംഗ്ലീഷ്, ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഗവതമാണ് നല്ലത്. എന്നുവെച്ചാൽ പ്രഭുപാദ് ഡയറക്റ്റ്ലി എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിലാണ്. അത് നമ്മളുടെ മലയാളികൾ ആരാണ്ടൊക്കെ കൂടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തതാ. അപ്പം അത് മറ്റേതുപോലെ നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്ന പോലത്തെ ഉള്ള സുഖം നമുക്ക് അനുഭവിക്കില്ല കേട്ടോ മലയാളത്തിൽ വായിച്ചാൽ. ഒന്നാമത് ആ ടെർമിനോളജീസ് തന്നെ കുറച്ച് എനിക്കങ്ങനെ തോന്നാറുണ്ട്. പരമദിവ്യോത്തമ പുരുഷൻ, പിന്നെന്താ പരമസത്യം ഓക്കെ എന്ന് വെക്കാം. അങ്ങനത്തെ ഒക്കെ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ. എന്നാൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇംഗ്ലീഷ് ഉള്ളവർ ഇംഗ്ലീഷ് വായിക്കൂ. എന്നിട്ട് എന്തെങ്കിലും അർത്ഥങ്ങൾ അറിയില്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയിട്ട് അത് നോക്കിയാലും മതി. കുറച്ച് കട്ടിയുള്ള വാക്കുകളൊക്കെ പ്രഭുപാദ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ നമ്മൾ അത് നോക്കാം. ഇപ്പം ഇനി ഞാൻ ഇന്നലെ 10 സബ്ജക്ട്സ് ആണ്, ടോപ്പിക്സ് ആണ് ഭാഗവതത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞു അല്ലേ? അത് ഞാൻ ഒന്നും കൂടി കുറച്ചും കൂടി ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നലെ അത്ര ഞാൻ പെട്ടെന്ന് എടുത്തതാണ്, അത് കാരണം എനിക്ക് അത്ര പറയാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പൊ സർഗ, ആദ്യത്തെ ടോപ്പിക്ക് സർഗ ആണ്. സർഗം എന്ന് പറഞ്ഞാല് ക്രിയേഷൻ, സൃഷ്ടി.
വിഷ്ണു ഭഗവാൻ സൃഷ്ടിച്ചത്. ഏത് വിഷ്ണുവാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, കാരണോദകശായി വിഷ്ണു യൂണിവേഴ്സസ് ഒക്കെ ഉണ്ടാക്കി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അത് മാത്രമല്ല, ഈ യൂണിവേഴ്സ് മാത്രമല്ല, ഈ ബ്രഹ്മാവിനെ പിന്നെ സൃഷ്ടിക്കാൻ, വിസർഗം ചെയ്യാന്, വിസർഗ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ക്രിയേഷൻ ബൈ ബ്രഹ്മ. അപ്പൊ ബ്രഹ്മാവിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് വേണ്ടേ, സാധനങ്ങൾ വേണ്ടേ സൃഷ്ടിക്കാൻ വേണ്ടി. ആ സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത് വിഷ്ണു ഭഗവാൻ. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാല് അഞ്ച് മെറ്റീരിയൽ, ഗ്രോസ് മെറ്റീരിയൽ എലിമെന്റ്സ് എന്ന് പറഞ്ഞാല് ഭൂമി, വെള്ളം, വായു, അഗ്നി, ഈതർ. ഈതർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെന്നും പറയാം, സ്പേസ്. അപ്പൊ ഇതെല്ലാം സൃഷ്ടിച്ചത് ഭഗവാനാണ്. ഹരേ കൃഷ്ണ. വിവോ എന്ന് പറഞ്ഞ് ആരാണ്? പേരെന്താണ്? വിവോ. കൈ പൊക്കിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാനാണോ? ഹരേ കൃഷ്ണ. കൈ റേസ് ചെയ്തിരിക്കുന്ന ആരാണ്? ഓക്കെ. അപ്പോഴേ ഈ 5 ഗ്രോസ് എലിമെന്റ്സ് വിഷ്ണു ഭഗവാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 5 തന്മാത്രകൾ എന്ന് പറയും. എന്ന് വെച്ചാൽ ഓബ്ജക്ട്സ് ഓഫ് പെർസെപ്ഷൻ, സെൻസ് പെർസെപ്ഷൻ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്ന 5 സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളല്ലേ മാതാജി? ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നതാണ് തന്മാത്ര, ഓബ്ജക്ട്സ് ഓഫ് സെൻസ്. സെൻസ് ഓബ്ജക്ട്സ് എന്ന് പറയും. അത് സ്മെല്ല്, മണം. മണം നമ്മുടെ മൂക്ക് എടുക്കുന്നു അല്ലെ. അങ്ങനെ ടച്ച്, അത് സ്കിന്ന് ടച്ച് എടുക്കുന്നു. അങ്ങനെ തന്മാത്രകൾ എന്ന് പറയും. പിന്നെ നമുക്ക് 10 ഇന്ദ്രിയങ്ങളുണ്ട്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ. അപ്പൊ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് എൻ്റെ ഓർമ്മ. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ജ്ഞാനം തരുന്ന കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, 5 വേണം. ത്വക്ക്. അപ്പൊ അതെ, ത്വക്ക്, സ്കിന്ന്. അപ്പൊ ആ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അത് വെച്ചാണ് നമുക്ക് ജ്ഞാനം കിട്ടുന്നത്. വെളിയിലുള്ള സാധനങ്ങളുടെ ജ്ഞാനം നമുക്ക് കിട്ടുന്ന ഈ 5 ഇതുകൊണ്ടാണ്. അതുപോലെ 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. നമ്മൾ കർമ്മങ്ങൾ, പ്രവൃത്തി ചെയ്യാനുള്ള 5 ഇന്ദ്രിയങ്ങൾ. അത് കാല്, കയ്യ്, പിന്നെ എന്താണ്, ഏനസ്, പിന്നെ ജനേന്ദ്രിയങ്ങള്, പിന്നെ ജെനിറ്റൽസ് എന്ന് പറയും. പിന്നെ എന്താണ് ഒന്നും കൂടിയുള്ളത്? സ്പീച്ച്, നമ്മളുടെ വർത്താനം പറയുന്ന. അതൊക്കെയാണ് 5 കർമ്മേന്ദ്രിയങ്ങൾ. പിന്നെ എന്താണ്? അപ്പൊ 5 ഗ്രോസ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ 5 മെറ്റീരിയൽ എലിമെന്റ്സ്. അത് പിന്നെ അതാണ് ഞാന് എന്താ എർത്ത്, ഫയർ, വാട്ടർ എന്നൊക്കെ പറഞ്ഞത്. പിന്നെ 5 തന്മാത്രകൾ, നമ്മളുടെ ഓബ്ജക്ട്സ് ഓഫ് ഇത് എന്ന് പറഞ്ഞാൽ സൈറ്റ്, കാഴ്ച. പറയൂ. കർമ്മേന്ദ്രിയങ്ങളില് കൈകള്, കാലുകള്, മൂത്രദ്വാരം, മലദ്വാരം, തൊണ്ട. 5 വേണം. അതാണ് സ്പീച്ച് എന്ന് പറയുന്നത്, തൊണ്ടാന്ന് അല്ലേ? ഇത് ബുക്കിൽ നിന്ന് കിട്ടിയതാണോ? ഇത് ഭക്തിശാസ്ത്രി ക്ലാസ്സിലെ അതില് പറയുന്ന അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നോണ്ടാണ് എനിക്ക് അത് മലയാളത്തിൽ വരുന്നില്ല. മനസ്സിലായി. വരട്ടെ, ഒന്നും കൂടെ പറയൂ. കാല്, കയ്യ്, കൈകൾ, കാലുകൾ, മൂത്രദ്വാരം, മലദ്വാരം, തൊണ്ട. അത് ശരിയല്ലല്ലോ. ഒന്ന് ജെനിറ്റൽസ് ഉണ്ട്, ജനേന്ദ്രിയങ്ങൾ എന്ന് പറയും. എന്ന് വെച്ചാ അതിപ്പോ മൂത്രദ്വാരം എന്ന് പറഞ്ഞാൽ അതാണ്, കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ.
ജനനേന്ദ്രിയം എന്നല്ലേ മാതാജി പറയുന്നത്? ജനേന്ദ്രിയങ്ങൾ എന്നാണ് പറയേണ്ടത്. മൂത്രദ്വാരം അല്ല കേട്ടോ, ജനേന്ദ്രിയം എന്നാണ് പറയേണ്ടത്. അപ്പൊ അങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ട്. അപ്പൊ 5 ഭൗതിക എലിമെന്റ്സ്, അതിനെന്താ മലയാളത്തിൽ പറയുന്നത്? മെറ്റീരിയൽ എലിമെന്റ്സ് എന്ന് പറയുന്നതിന് മലയാളം എന്താ? ഏതാണ് ചോദിച്ച കാഴ്ച അതിന്റെ ആണോ? അല്ല അല്ല, ഭൂമി, വെള്ളം, വായു എന്നൊക്കെയുള്ള എന്താ പറയും? ശരിയാ. പഞ്ചഭൂതങ്ങൾ 5 5 തന്മാത്രകള്, 5 കർമ്മേന്ദ്രിയങ്ങള്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പൊ 20 ആയി അല്ലേ? അത് കഴിഞ്ഞാൽ 5 തന്മാത്രകൾ എന്നുള്ളത് ഇതില് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങള് കൂടാതെ തന്മാത്രകളുമുണ്ട്. തന്മാത്രകളാണെന്ന് പറഞ്ഞാല് സെൻസ് ഓബ്ജക്ട്സ്, ഇന്ദ്രിയ വിഷയങ്ങൾ എന്നും പറഞ്ഞിട്ട് അത് തന്നെ, ഇന്ദ്രിയ വിഷയങ്ങൾ, ഓബ്ജക്ട്സ്, ഇന്ദ്രിയങ്ങൾ, സെൻസ് ഓബ്ജക്ട്സ് എന്ന് പറയും. അതാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. അങ്ങനെ അപ്പൊ 5 5 5 5 20 ആയി. പിന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന മൈൻഡ്, ഇന്റലിജൻസ്, ഫോൾസ് ഈഗോ, മനസ്സ്, ബുദ്ധി, പിന്നെ ഫോൾസ് ഈഗോയിന് എന്താ പറയാ? അഹങ്കാരം, നിത്യാഹങ്കാരം അല്ലെ? ഇത് പിന്നെ പ്രകൃതി. ഇങ്ങനെ 24 സാധനങ്ങളാണ് നമ്മൾക്ക് ആവശ്യം, ബാക്കി ക്രിയേഷനും ബ്രഹ്മാവിന് ആവശ്യമുള്ളത്. അപ്പൊ അതെല്ലാം സൃഷ്ടിച്ചത്, ഈ 24 ഐറ്റംസ് സൃഷ്ടിച്ചത് ഭഗവാൻ. ചിലപ്പോ പറയാറുണ്ട് ഒന്നും കൂടി ഉണ്ടെന്ന്, ആത്മാവ്. അതും ഭഗവാനാണല്ലോ. പക്ഷെ അത് ഭഗവാന്റെ ഒരു അംശമാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചിലവർ 24 എന്നും പറയും, 25 എന്നും പറയും. അപ്പൊ ഇതൊക്കെ ബ്രഹ്മാവ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അടുത്ത സെക്കൻഡറി ക്രിയേഷൻ ഉണ്ടാക്കിയത്. അതിന് വിസർഗം എന്ന് പറയും, ബ്രഹ്മാവ് സൃഷ്ടിച്ചതിന്. ഈ ബ്രഹ്മാണ്ടമൊക്കെ, ഈ ബ്രഹ്മാണ്ടത്തിലെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ ഇതും ഉണ്ടാക്കിയത് ബ്രഹ്മാവാണ്. പിന്നെ സ്ഥാനം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അത് ശരിക്കും സ്ഥിതി എന്നുള്ള ഇത് എന്ന് വെച്ചാൽ ഈ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഈ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച എല്ലാ ഇതിനെയും മെയിൻറ്റെയിൻ ചെയ്യുക, ഈ യൂണിവേഴ്സിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതിനെയാണ് സ്ഥാനം എന്ന് പറയുന്നത്. അത് ആരാണ് നടത്തുന്നത്? വിഷ്ണുവാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ പ്ലാനറ്റ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇടിക്കാത്തത് എന്താണ്? ഈ സ്റ്റാർസും പ്ലാനറ്റ്സും ഒന്നും പോയി ഇടിക്കാത്തത്, അതിനെ നേരാവണം അതിന്റെ ഓർബിറ്റിൽ നിർത്തുന്നത് വിഷ്ണു ഭഗവാനാണ്. എല്ലാത്തിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് വിഷ്ണുവാണ്. ബ്രഹ്മസംഹിതയിലും പറയുന്നുണ്ടല്ലോ അല്ലെ മാതാജി? ഉണ്ട്. അതെ, കാണാതെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് സ്ഥാനം. പിന്നെ പോഷണം എന്ന് പറഞ്ഞാൽ എല്ലാരെയും പോഷിപ്പിക്കുന്ന, എല്ലാരെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്, എല്ലാവരെയും സംരക്ഷിക്കുന്നതാണ് വേറെ ഒരു സബ്ജക്ട് ഇതിൻ്റെ അകത്ത്. ഭാഗവതത്തിലുള്ള ഒരു സബ്ജക്റ്റ്. അതില് പറയുന്നുണ്ട് ഭഗവാൻ എല്ലാരെയും സംരക്ഷിക്കുന്നുണ്ട്, എന്നാൽ ഭക്തന്മാരെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കും. അത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു രാജാവ് രാജ്യത്തിലുള്ള എല്ലാ പ്രജകളെയും സംരക്ഷിക്കുന്നുണ്ട്, എന്നാൽ സ്വന്തം വീട്ടിലെ മെമ്പേഴ്സിനെ കൂടുതൽ താല്പര്യമുണ്ടല്ലേ സംരക്ഷിക്കാൻ. അതുപോലെയാണ് ഭഗവാന് എല്ലാരെയും, അത് നിരീശ്വരവാദിയായാലും ഏത് വ്യക്തികളായാലും അവരെ എല്ലാരെയും സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഭക്തന്മാരോട് ഒരു പ്രത്യേക മമത ഭഗവാന് ഉണ്ട്. അതാണ് പോഷണം. പിന്നെ ഊതി എന്ന് പറയുന്നത് നമുക്ക് ആ ത്വര, സൃഷ്ടിക്കാനുള്ള ആ ത്വരയാണ്
ഊതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ത്വരയുള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോന്നും ഇൻവെന്റ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ പല പല ഇൻവെൻഷൻസ് ഒക്കെ വരുന്നത് ആ ത്വര കൊണ്ടാണ്. അപ്പൊ ആ ഒരു ക്രിയേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങള് ഈ ഭാഗവതത്തിലുണ്ട്. ബ്രഹ്മാവ് എന്നിട്ട് മക്കളുടെ അടുക്ക പറയും, ഇനി നിങ്ങൾ പോയി പ്രോജനറ്റേറ്റ് ചെയ്യാൻ പറയും അല്ലെ, നിങ്ങൾ പോയി ഇനി ക്രിയേറ്റ് ചെയ്യാൻ പറയും, പിള്ളേരെ ഒക്കെ ഇങ്ങനെ മക്കളെ എല്ലാം ഉണ്ടാക്കാൻ പറയും. അതാണ് ഊതി. അതും ഈ ഒരു ടോപ്പിക്കാണ്. ഹരേ കൃഷ്ണ മാതാജി, അത് ഊദിനോ ഊദയാന്നോ എന്താ പറഞ്ഞ? ഊദയ, അതെ, ഊദയഹ എന്ന് പറയും. ഊതി എന്ന് ആ റൂട്ട് വേർഡ് അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഊദയഹ. പിന്നെ മൻവന്തര. മൻവന്തര എന്ന് പറഞ്ഞാൽ മനു. ഞാൻ പറഞ്ഞു ഓരോ ബ്രഹ്മാവിന്റെ ഓരോ ദിവസവും 14 മനുക്കളാണ്, മനു ഉണ്ട്. ആ മനു എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റൂൾസ് ഒക്കെ ഉണ്ടാക്കും. ഈ എങ്ങനെയാണ് ഓരോ ജീവാത്മാവും എങ്ങനെ വേണം ജീവിക്കാൻ എന്നുള്ള റൂൾസ്, മനുസംഹിത എന്നൊക്കെ പറയും. അപ്പൊ അതുപോലത്തെ റൂൾസും റെഗുലേഷൻസും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്ന മനുക്കളാണ്. മനു അപ്പം എല്ലാവരെയും എങ്ങനെ അവർക്ക് പെർഫെക്ഷനിലെത്താം, എങ്ങനെ ഈ മനുഷ്യർക്കൊക്കെ ഏറ്റവും പരമമായ ലക്ഷ്യത്തിലെത്താൻ പറ്റും എന്നൊക്കെ കാണിക്കുന്നതാണ്. അതാണ് മന്വന്തരയില് കാണിക്കുന്നത്. എത്ര മനുക്കള്, ഒരു മനു കഴിഞ്ഞാൽ ആ മനുക്കളുടെ മക്കളുടെ കാര്യവും പിന്നെ അടുത്ത മനു ആരാണ്, ഇങ്ങനത്തെ ഒക്കെ ടോപ്പിക്സ് ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. പിന്നെ ഈശാനു കഥ. ഈശാനു കഥ എന്ന് പറഞ്ഞാല് ഈ കൃഷ്ണന്റെ ഓരോ ലീലകള്, കൃഷ്ണന്റെ ഓരോ അവതാരങ്ങളുടെ ലീലകള്, അതെല്ലാം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അവതാരങ്ങള്, കൃഷ്ണന്റെ പല അവതാരങ്ങളുടെ ആ ലീലകള് ഇതിൻ്റെ അകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിരോധ. നിരോധ എന്ന് വെച്ചാൽ സംശയമുണ്ടോ? ഹരേ കൃഷ്ണ. അപ്പൊ നിരോധ എന്ന് പറഞ്ഞാൽ സംഹാരമാണ്. ഈ എല്ലാ ശക്തികളും ഒടുക്കം സംഹരിച്ച് വിഷ്ണുവിന്റെ ഉള്ളിൽ തന്നെ പോകുന്നു. ഈ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഈ ബ്രഹ്മാണ്ടങ്ങള് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് വിഷ്ണു ഭഗവാൻ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പം ഈ യൂണിവേഴ്സസ് എല്ലാം ഭഗവാന്റെ ഉള്ളിലോട്ട് പോകുന്നു അല്ലെ. അതിനെ ആണ് നിരോധ, സംഹാരം എന്ന് പറയുന്നത്. പിന്നെ മുക്തി, അത് നമ്മൾക്ക് ഈ മതിയായി, ഈ ഭൗതിക ലോകത്തിൽ ജീവിച്ച് മതിയാകുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ, നമ്മൾ ഭഗവാനില് എല്ലാ നമ്മളുടെ കോൺസെൻട്രേഷനും ഭഗവാനിലോട്ട് തിരിയുമ്പോൾ നമ്മൾക്ക് മുക്തി ലഭിക്കുന്നു. അത് നമ്മൾക്ക് ഈ ദേഹം ഉപേക്ഷിച്ച് നമ്മളുടെ ഈ സ്ഥൂലവും സൂക്ഷ്മവുമായ ദേഹങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇത് സ്ഥൂല ദേഹം എന്ന് പറഞ്ഞാൽ ഗ്രോസ്, നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഉള്ളില് ഒരു സൂക്ഷ്മ ശരീരവുമുണ്ട്. ആ സൂക്ഷ്മ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയ? നമ്മളുടെ മനസ്സ്, നമ്മളുടെ ഇന്റലിജൻസ്, ബുദ്ധി, നമ്മളുടെ അഹങ്കാരം, ഈ 3 കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. ആ സൂക്ഷ്മ ശരീരവും എടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു സ്ഥൂല ശരീരത്തിൽ നിന്ന് വേറൊരു സ്ഥൂല ശരീരത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, ഭഗവാന്റെ അടുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ നമ്മൾ സ്ഥൂല ശരീരം ഉപേക്ഷിക്കുന്ന പോലെ തന്നെ ആ സൂക്ഷ്മ ശരീരവും ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ലോകത്തെത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മളുടെ മനസ്സ്, നമ്മളുടെ അഹങ്കാരം, ഇതെല്ലാം നമ്മൾ കളയണം. നമ്മൾ അത്ര പ്യുവറാകണം. അപ്പോഴാണ് നമ്മളുടെ സൂക്ഷ്മ ശരീരം ഡിസോൾവ് ആയി പോകുന്നത്, അത് അലിഞ്ഞു പോകും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് ജീവൻ മുക്ത ഒരു സ്റ്റേജിൽ എത്താൻ പറ്റും. ജീവൻ മുക്ത എന്ന് പറഞ്ഞാൽ അവര് ഈ ഭൂമിയിലാണെങ്കിൽ പോലും അവര് മുക്തരാണ്.
അത് വളരെ വലിയ എക്സോൾട്ടഡ് ആയിട്ടുള്ള ഋഷിമാരും എല്ലാം അവര് ജീവിച്ചിരിക്കവേ തന്നെ അവര് മുക്തരാണ്. അവര് ഭഗവാനെ അല്ലാതെ അവർക്ക് ആരുമില്ല, വേറെ ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. ഭഗവാന് തന്നെ അവര് എല്ലാപ്പോഴും ഭഗവാനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവര് ഒന്നും കഴിക്കാനും ഒന്നിനും അവര് മെനക്കെടില്ല. അവര് ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. അവർക്ക് എന്തെങ്കിലും ആരെങ്കിലും കൊണ്ട് കൊടുത്താൽ അവര് കഴിക്കും. അല്ല ഒന്നും കിട്ടിയില്ലെങ്കിൽ അവര് കഴിക്കുകയുമില്ല. അതാണ് ജീവൻ മുക്തകളം. അതെല്ലാമാണ് നമ്മൾക്ക് മുക്തി വരുന്ന, അതും ഒരു ടോപ്പിക്കാണ് ഭാഗവതത്തിൽ. പിന്നെ ലാസ്റ്റിലാണ് ആശ്രയ. ആശ്രയ എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഉദ്ദേശിക്കുന്ന പോലെ നമ്മളുടെ എല്ലാവരുടെയും ആശ്രയം. അതാരാണ്? ഭഗവാന്. ഭഗവാനെ കുറിച്ച് ഉള്ളതാണ് ഇതിൽ മെയിൻ ടോപ്പിക് തന്നെ. എന്നിട്ട് നമ്മളൊക്കെ ആരാണ്? ഭഗവാൻ ആശ്രയവും നമ്മളൊക്കെ ആശ്രിതരും, അല്ലെ? നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ് ഭഗവാനെ. ഇത്രയും ടോപ്പിക്സ് ആണ് അതിൻ്റെ അകത്ത് പറയുന്നത്. പിന്നെ അതിന് സേവ്യ ഭഗവാൻ, സേവക് അല്ലെ? എന്താ? ഭഗവാൻ നമ്മള് ഭഗവാനെയാണ് നമ്മൾ സേവിക്കേണ്ടതെന്ന് പറയുമ്പോ സേവ്യ, പിന്നെ നമ്മൾ സേവിക്കുക. അതെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം നമ്മൾ വായിക്കണോ? കുറച്ച് വായിച്ച് പോകണോ? ഭാവാർത്ഥം മലയാളം ബുക്ക് കയ്യിലുണ്ടോ? വിജയശ്രീ മാതാജിയുടെ കയ്യിൽ ബുക്കുണ്ടോ? ഉണ്ട് മാതാജി. എന്നാ ഒരു പാരഗ്രാഫ് വായിക്കോ? അതിൻ്റെ അകത്ത് നമ്മൾക്ക് വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പിടിക്കാം. വായിക്കാം മാതാജി. എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണേ. എന്നുവെച്ചാ എല്ലാവർക്കും ബുക്ക് ഇല്ലാത്ത കൊണ്ട് ഈ ഒരു ചാൻസ് നമുക്ക് കിട്ടുന്നത് അത് കേൾക്കാന്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. പറഞ്ഞു. ഭാവാർത്ഥമല്ലേ വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാവാർത്ഥം. ശ്രീ എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വാസുദേവരുടെയും ദേവകിയുടെയും ദിവ്യപുത്രനായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ്, വാസുദേവനെയാണ് പരമദിവ്യോത്തമ പുരുഷന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തെ അത്യന്തം വ്യക്തമായി ഈ ഗ്രന്ഥത്തിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിൽ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനാണെന്നും മറ്റുള്ള ദേവന്മാരൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണാംശങ്ങളോ പൂർണ്ണാധികാരമുള്ള അംശങ്ങളുടെ അംശങ്ങളോ ആണെന്ന് വ്യാസദേവൻ സ്ഥിരീകരിക്കുന്നു. കൃഷ്ണ സന്ദർഭ എന്ന സ്വഗ്രന്ഥത്തിൽ ശ്രീല ജീവഗോസ്വാമി വളരെ സ്പഷ്ടമായി ശ്രദ്ധാവിഷയത്തെ പ്രതിപാദിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല, യഥാർത്ഥ ജീവാത്മാവായ ബ്രഹ്മദേവൻ ബ്രഹ്മസംഹിത എന്ന സ്വപഠന ഗ്രന്ഥത്തിൽ ശ്രീകൃഷ്ണ വിഷയത്തെ ദൃഢമായി വിവരിക്കുകയും ചെയ്യുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ദേവകിയുടെ ദിവ്യനന്ദനാണെന്ന് സാമവേദ ഉപനിഷത്തിലും പ്രസ്താവിച്ചിരിക്കുന്നു. ആകയാൽ മുകളിൽ ഉദ്ധരിച്ചിരിക്കുന്ന ശ്ലോകത്തിലെ പ്രഥമ ഭാഗം ശ്രീകൃഷ്ണ ഭഗവാൻ ആദി ഭഗവാനാണെന്ന പ്രസ്താവനയ്ക്ക് യഥാർഹമായ പ്രമാണം നൽകുന്നുവെന്ന് മാത്രമല്ല, ഏത് ദിവ്യനാമവും നിരപേക്ഷനും പരമദിവ്യോത്തമ പുരുഷനുമായ ഭഗവാന് സ്വന്തമാണെന്ന് മനസ്സിലാക്കുകയും കൂടാതെ സർവാകർഷകനെന്നർത്ഥം വരുന്ന കൃഷ്ണ എന്ന പദത്താൽ ആ നാമത്തെ നിശ്ചയമായും ആവിഷ്കരിക്കുകയും ചെയ്യണം. ഭഗവത്ഗീതയിൽ നിരവധിയിടങ്ങളിൽ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് സ്വയം ദൃഢമായി പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല, നാരദൻ, വ്യാസൻ തുടങ്ങിയ അനേകം ശ്രേഷ്ഠ ഋഷിമാരും അർജുനനും ഈ പ്രഖ്യാപനത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭഗവാന്റെ അസംഖ്യം നാമങ്ങളിൽ പ്രമുഖവും പ്രധാനവുമായ നാമം കൃഷ്ണൻ ആണെന്ന് പത്മപുരാണത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷന്റെ പൂർണ്ണാധികാരമുള്ള അംശമാണ് വാസുദേവൻ. വാസുദേവന് സദൃശമായ നിരവധി സ്വരൂപങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. വാസുദേവൻ എന്ന നാമം വിശേഷമായി വസുദേവന്റെയും ദേവകിയുടെയും ദിവ്യസൂതനാണെന്ന് ഭഗവാൻ എന്ന് ദ്യോതിപ്പിക്കുന്നു. പരിത്യാഗ ജീവിതക്രമത്തിൽ സന്യാസ ജീവിതം നയിച്ചിരുന്നവരിൽ പരിപൂർണരായ പരമഹംസരാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സദാ ആരാധിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് ഏതൊക്കെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഭഗവാൻ കൃഷ്ണനാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പരമ ദിവ്യോത്തമ പുരുഷൻ? പരമം, ഏറ്റവും ടോപ്പ് മോസ്റ്റ്, ദിവ്യോത്തമ എന്ന് പറഞ്ഞാൽ ഡിവൈൻ, ദിവ്യോത്തമ പുരുഷൻ. അത് ഭഗവാൻ ഒരു പുരുഷനാണ്, അല്ലാതെ വെറും വായുവാണ് അങ്ങനെയൊക്കെ ആൾക്കാർ പറയും, അല്ലേ?
അത് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു വ്യക്തിത്വം ഇല്ലാത്തതാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ എല്ലാ ഗ്രന്ഥങ്ങളിലും ഇവിടെ പറഞ്ഞിട്ടുള്ള ഉപനിഷത്ത്, ബ്രഹ്മസംഹിത, സാമവേദ, പിന്നെ ബ്രഹ്മസംഹിത, കൃഷ്ണസന്ദർഭ, ഇങ്ങനെയുള്ള എല്ലാ ബുക്കുകളിലും, പിന്നെ ഭഗവത്ഗീതയില് ഭഗവാൻ തന്നെയും പത്മപുരാണത്തില് എല്ലാത്തിലും പറയുന്നുണ്ട് കൃഷ്ണൻ. അത് ആരാണ്? അത് കുറച്ചും കൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു, ദേവകിയുടെയും വസുദേവന്റെയും മകനായി ജനിച്ച് അവതാരമെടുത്ത കൃഷ്ണനാണ് ഏറ്റവും വലിയ ഭഗവാന് എന്ന് എടുത്ത് പറയുന്നു. അല്ലെ? നമുക്ക് എല്ലാവർക്കും സംശയമുള്ളതാണ് ആരാണ് ഭഗവാൻ എന്നുള്ളത്. വിഷ്ണുവാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഇത് വ്യക്തമായിട്ട് പറയുന്നത്. ഈ ജീവ ഗോസ്വാമി എന്ന് പറയുന്ന ചൈതന്യ മഹാപ്രഭുവിന് 6 വളരെ ക്ലോസ് ആയിട്ടുള്ള അനുയായികൾ ഉണ്ടായിരുന്നു, ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു. 6 ഗോസ്വാമിമാര്. അതിൽ ഒരാളാണ് ജീവ ഗോസ്വാമി. ജീവ ഗോസ്വാമി 6 സന്ദർഭങ്ങൾ എഴുതിയിട്ടുണ്ട്. സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാല് ട്രീറ്റിസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്. എന്ന് വെച്ചാൽ ഓരോ തത്വങ്ങൾ എഴുതിക്കൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ. അതിൽ കൃഷ്ണസന്ദർഭ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് ബാക്കി ഗ്രന്ഥങ്ങളെ എല്ലാം കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് കൃഷ്ണനാണ് ഏറ്റവും വലിയ ഭഗവാൻ എന്ന്. അങ്ങനെ ബ്രഹ്മസംഹിത എന്ന് പറയുന്നത് ബ്രഹ്മാവ് എഴുതിയിരിക്കുന്നതാണ്. ബ്രഹ്മാവ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ എഴുതി വെച്ചിരിക്കുന്നതാണ് ബ്രഹ്മസംഹിത. അത് ചൈതന്യ മഹാപ്രഭു ഈ ട്രിവാൻഡ്രത്തിന്റെ അടുത്തുള്ള ഈ തൃപ്പാദപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ആദികേശവന്റെ ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൽ നിന്ന് കയ്യിൽ എഴുതിയ ഒരു ഇത് കിട്ടി. ബ്രഹ്മസംഹിതയുടെ കൈ കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ഇത് കിട്ടിയത്. അത് ചൈതന്യ മഹാപ്രഭു അത് കൊണ്ടുവന്ന്, അതാണ് നമ്മളിപ്പം അത് ബ്രഹ്മസംഹിത അതിൻ്റെ ഇതൊക്കെ വിവർത്തനവും അതിൻ്റെ ഭാവാർത്ഥവും ഒക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. അത് ഭക്തി സിദ്ധാന്ത സരസ്വതി പ്രഭുപാദാണ് എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു, അതിൻ്റെ ഭാവാർത്ഥവുമെല്ലാം. അപ്പം ആ ബ്രഹ്മസംഹിത മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോയില് എഴുതിയിരിക്കുന്നതാണ്, ബ്രഹ്മാവ് പറഞ്ഞിരിക്കുന്നതാണ്. അത് എഴുതി അല്ലായിരുന്നു, ആദ്യമൊക്കെ ശ്രുതിയായിരുന്നു അല്ലെ, എല്ലാരും കേട്ട് മനസ്സിലാക്കുകയായിരുന്നു. അത് പിന്നെ എഴുതാൻ തുടങ്ങി, അത് കൈകൊണ്ട് എഴുതാൻ തുടങ്ങി കുറെ കാലം. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രിന്റിംഗ് പ്രസ്സും ഒക്കെ വന്നത്. അപ്പൊ അങ്ങനെ കൈകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ബ്രഹ്മസംഹിത, അത് മുഴുവൻ കിട്ടിയിട്ടില്ല. അതിൽ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് ബ്രഹ്മസംഹിത. അതിൽ 5ാമത്തെ ചാപ്റ്റർ മാത്രമേ കിട്ടിയുള്ളൂ. ആ 5ാമത്തെ ചാപ്റ്ററിൻ്റെ അകത്താണ് കുറേ ഇങ്ങനെ പറയുന്നത് കൃഷ്ണനെ കുറിച്ച്. അത് 5ാമത്തെ ഇതില് ആദ്യത്തെ ശ്ലോകം തന്നെ ഈശ്വരഃ പരമകൃഷ്ണ, പരമ ഈശ്വരനാണ് കൃഷ്ണൻ എന്ന് പറയുന്നു. പിന്നെയോ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹമാണ് കൃഷ്ണൻ. അനാദി ആദിർ ഗോവിന്ദ എന്ന് വെച്ചാൽ ആദ്യവും അവസാനവും ഇല്ലാത്ത ഭഗവാനാണ്. ഈ ലോകം സൃഷ്ടിച്ചതിലെ ആദ്യവും അത് കഴിഞ്ഞാലും കൃഷ്ണനാണ് ഒടുക്കമുണ്ടാവുന്നത് അല്ലെ. ഈ പ്രളയം വന്ന് ആദ്യം സൃഷ്ടി നടക്കുന്നു, അത് കഴിഞ്ഞ് സംഹരിച്ചു കഴിഞ്ഞാലും ബാക്കി അവശേഷിക്കുന്ന ആരാണ്? കൃഷ്ണനാണ്. അപ്പൊ അനാദിർ ഗോവിന്ദ സർവകാരണം, എല്ലാത്തിൻ്റെയും കാരണം കൃഷ്ണനാണ്. എല്ലാത്തിനും എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനൊരു കാരണം ഉണ്ടാവും അല്ലെ, അതുണ്ടാവാൻ. ഇപ്പം നമ്മളുടെ അച്ഛൻ സൃഷ്ടിച്ചു അല്ലെ, അപ്പം നമ്മളുടെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ അല്ലെ, നമ്മുടെ അമ്മയും അച്ഛനും. അവരുടെ കാരണം ആരാണ്? അവരുടെ അച്ഛനും അമ്മയും. അങ്ങനെ പോയാല് ഈ എല്ലാ കാരണങ്ങളുടെയും കാരണം എന്ന് പറയുന്ന ഭഗവാനാണ്.
അത് നമ്മൾ പോയി പോയി വരുമ്പോ അച്ഛന്റെ അങ്ങനെ അവസാനം വരുന്നത് ഭഗവാനാണ്. അതാണ് ബ്രഹ്മാവിനെ നമ്മൾ പറയുന്ന പിതാമഹൻ എന്നാണ്. പിതാമഹൻ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ. ആ പിതാമഹന്റെയും അച്ഛനാണ് ഭഗവാന്. അപ്പം അതാണ് കാരണം, എല്ലാത്തിൻ്റെയും കാരണം. അതാണ് നമ്മൾ ആദ്യവും പറഞ്ഞ ജന്മാദസ്യ യഥ എന്ന് പറഞ്ഞാല് ഈ ജന്മം തൊട്ട് ഈ സൃഷ്ടി തൊട്ട് സംഹാരം വരെയുള്ള എല്ലാത്തിൻ്റെയും കാരണം ഭഗവാനാണ് എന്ന് പറയുന്നത്. വന്നു പച്ചരി മുട്ട വാങ്ങാൻ പോയി, അമ്മും പോയി. ഹരേ കൃഷ്ണ. അപ്പൊ അതാണ് നമ്മള് ആദ്യത്തെ പാരഗ്രാഫില്. അടുത്ത പാരഗ്രാഫ് മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ. പ്രഭുപാദ് കി ജയ്. സർവകാരണങ്ങളുടെയും പരമകാരണം വാസുദേവൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാനാണ്. പ്രത്യക്ഷമായ സർവ്വതും ഭഗവാനിൽ നിന്നും ഉത്ഭവിച്ചവയാണ്. അത് എപ്രകാരമെന്ന് ശ്രീമദ് ഭാഗവതത്തിന്റെ വരും അധ്യായങ്ങളിൽ വിശദമാക്കിയിരിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതീന്ദ്രിയ കഥാകഥനങ്ങൾ ഉൾക്കൊള്ളുന്നവയാകയാൽ ശ്രീമദ് ഭാഗവതത്തെ ശ്രീ ചൈതന്യ മഹാപ്രഭു പരിപൂർണവും കുറ്റമറ്റതുമായ പുരാണമായി വിശേഷിപ്പിച്ചിരിക്കുന്നു. ശ്രീമദ് ഭാഗവതവും ഭാഗവത ചരിത്രവും അത്യന്തം മാഹാത്മ്യമുള്ളതാണ്. അതീന്ദ്രിയ വിജ്ഞാനത്തിൽ പക്വതാർജിച്ച ശേഷം തന്റെ ആത്മീയാചാര്യനായ ശ്രീ നാരദന്റെ നിർദ്ദേശാനുസരണം ശ്രീ വ്യാസദേവനാൽ രചിക്കപ്പെട്ടതാണ് ശ്രീമദ് ഭാഗവതം. ചതുർവേദങ്ങൾ ഉൾപ്പെടെയുള്ള സർവ വേദ സാഹിത്യങ്ങൾ, വേദാന്ത സൂത്രങ്ങൾ, ബ്രഹ്മസൂത്രങ്ങൾ, പുരാണങ്ങൾ, മഹാഭാരതം തുടങ്ങി ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ശ്രീ വ്യാസദേവനാൽ രചിക്കപ്പെട്ടവയാണ്. എന്നിട്ടും സംതൃപ്തനാകാത്ത വ്യാസദേവന്റെ അസംതൃപ്തി ദർശിച്ച ആത്മീയാചാര്യനായ ശ്രീനാരദൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ കുറിച്ച് വർണ്ണിക്കുവാൻ വ്യാസദേവനോട് നിർദ്ദേശിച്ചു. ശ്രീമദ് ഭാഗവതത്തിന്റെ ദശമസ്കന്ധത്തിൽ ഈ അതീന്ദ്രിയ ലീലാവർണ്ണനം വിശേഷമായി വിശദീകരിച്ചിരിക്കുന്നു. എന്നാൽ സുവിശദമായി ഓരോരോ സ്കന്ധ അധ്യയനം മുഖേന മാത്രമേ ഒരാൾക്ക് ദശമസ്കന്ധത്തിന്റെ കൃത്യമായ സാരാംശം ഗ്രഹിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? വ്യാസദേവൻ എല്ലാ പുരാണങ്ങളും എല്ലാ ഉപനിഷത്തുകളും എല്ലാ വേദങ്ങള് 4ആയിട്ട് വിഭജിച്ചു. പുരാണങ്ങളൊക്കെ എഴുതി, 17 പുരാണങ്ങൾ എഴുതി, 108 ഉപനിഷത്ത് എഴുതി, വേദാന്ത സൂത്രം എഴുതി. ഇതെല്ലാം കഴിഞ്ഞിട്ടും വ്യാസദേവന് ഒരു സംതൃപ്തി ഉണ്ടായില്ല. എന്തോ ലാക്കിംഗ് ആയിട്ട് തോന്നി, എന്തോ ഒരു കുറവുള്ള പോലെ തോന്നി. അപ്പം തന്നെത്താനെ ധ്യാനിച്ചു, എന്തായിരിക്കും ഇതിന് കാരണം? ഞാൻ എല്ലാ റൂൾസും എല്ലാ റിച്വൽസും ഒക്കെ ചെയ്തിട്ടാണല്ലോ ഇതെല്ലാം ചെയ്ത, പിന്നെ എന്താ എൻ്റെ മനസ്സിനൊരു തൃപ്തി ഇല്ലാത്തത് എന്ന് തോന്നിയപ്പോഴ് വ്യാസദേവന് തന്നെ തോന്നി, ഞാൻ ഭഗവാനെ വേണ്ടിടത്തോളം കീർത്തിച്ചില്ല, ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയും വേണ്ടിടത്തോളം പ്രകീർത്തിച്ചില്ല എന്ന് മനസ്സിൽ തോന്നി. ആ സമയത്ത് തന്നെ നാരദമുനി, വേദവ്യാസന്റെ ഗുരുവായ നാരദമുനി അവിടെ വരികയും നാരദമുനിയും കൺഫേം ചെയ്യും, അതെ നീ ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ ഗുണങ്ങള് അതൊന്നും വേണ്ടിടത്തോളം ഗ്ലോറിഫൈ ചെയ്യാത്ത കൊണ്ടാണ് ഈ തൃപ്തി ഇല്ലായ്മ. അതുകൊണ്ട് ഭഗവാനെ പ്രകീർത്തിച്ച് നീ ഒരു ഗ്രന്ഥം രചിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ശ്രീമദ് ഭാഗവതം എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതാണ് അത്. പ്രത്യേകിച്ച് 10ാമത്തെ സ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ ലീലകളും 10ാമത്തെ സ്കന്ധത്തിലാണ്. പക്ഷേ ഇവിടെ പറയുന്ന എന്താണ് പ്രഭുപാദര്, നമ്മൾ നേരെ 10ാമത്തെ സ്കന്ധം എടുത്ത് വായിക്കല്, നമ്മൾ ആദ്യത്തെ സ്കന്ധം മുതൽ പോകണം. ഇപ്പൊ നമ്മൾ ആദ്യത്തെ സ്കന്ധം തുടങ്ങിയല്ലേ, അത് തൊട്ട് പതുക്കെ 9, അത് കഴിഞ്ഞ് 10ാമത്തെ സ്കന്ധത്തിലേ പോകാവുള്ളൂ. വേണ്ടേ? മാതാജിയോട് മ്യൂട്ടാക്കാൻ പറയും. മാതാജി ഞാൻ മ്യൂട്ടാക്കാം. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മള് സ്കന്ധം ബൈ സ്കന്ധമേ പോകാവുള്ളൂ. എന്തുകൊണ്ടാത് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആരാണ് ഈ കൃഷ്ണൻ എന്ന് മനസ്സിലാക്കണം. കൃഷ്ണന് എത്രയും വലിയ ആളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മൾ കൃഷ്ണന്റെ ലീലകള് കേൾക്കാന്. അല്ലെങ്കിൽ നമുക്ക് തോന്നും, ഓ
16,108 ഭാര്യമാരെ വെച്ചുകൊണ്ട് നടന്ന ഒരാളല്ലേ? പിന്നെ ബാക്കി വേറെ ആളുകളുടെ ഭാര്യമാരെ വെച്ച് രാസലീല രാത്രിയിൽ ആടിയ ആളല്ലേ എന്നൊക്കെ നമ്മൾക്ക് തോന്നും. പിന്നെ ഗോവർദ്ധൻ പർവ്വതം കൈകൊണ്ട് എടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതൊക്കെ ചുമ്മാ മിത്താണെന്ന് തോന്നും. അങ്ങനെ കുറേ ഉണ്ട്. പലരും ഈവൻ ഹിന്ദുക്കൾ തന്നെ പറയാറുണ്ട് ഇതൊക്കെ മിത്തോളജിയാണെന്ന്, ഇതൊക്കെ കഥകളാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതല്ല, ഇതെല്ലാം വാസ്തവമാണ് എന്ന് നമ്മൾക്ക് അറിയാനുള്ള ആ ഒരു അവബോധം എത്തണമെങ്കിൽ നമ്മൾ ഈ ആദ്യം തൊട്ടുള്ളതെല്ലാം പഠിക്കണം. അപ്പൊ ഈ 3-ാമത്തെ സ്കന്ധത്തിലൊക്കെ എങ്ങനെയാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചത്, എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിട്ടേ നമ്മൾ 10-ാമത്തെ സ്കന്ധത്തിൽ എത്താവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. അത് നമ്മൾക്ക് കൂടുതൽ നമ്മളെ തന്നെ നമ്മൾക്ക് പാപം വരുത്തി വെക്കും. നമ്മൾ ഭഗവാനെ കുറിച്ച് വേണ്ടാതെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ മാതാജി, അടുത്തത്. ഓം നമോ ഭഗവതേ വാസുദേവായ. സൃഷ്ടിയുടെ പ്രഭവ കേന്ദ്രം എന്തെന്ന് അറിയുവാനുള്ള വാഞ്ച ഒരു ദാർശനിക മനസ്സിനുണ്ടാകുക സ്വാഭാവികമാണ്. നിശയിൽ നഭസിൽ നക്ഷത്രങ്ങളെ ദർശിക്കുന്ന ദാർശനികൻ അവിടുത്തെ നിവാസികളെ കുറിച്ച് സ്വാഭാവികമായി ഊഹോപോഹങ്ങൾ നടത്തുന്നു. മൃഗങ്ങളുടേതിനേക്കാൾ ഉന്നത അവബോധമുള്ളവരാകയാൽ അത്തരം അന്വേഷണങ്ങൾ മനുഷ്യ സഹജമാണ്. അത്തരം അന്വേഷണങ്ങൾ ശ്രീമദ് ഭാഗവത രചയിതാവ് ശ്രീകൃഷ്ണ ഭഗവാൻ സമസ്ത സൃഷ്ടിയുടെയും സ്രോതസ്സാണെന്ന് ഊന്നി പ്രസ്താവിക്കുന്നു. ശ്രീകൃഷ്ണൻ പ്രപഞ്ച സൃഷ്ടാവ് മാത്രമല്ല സംഹാരകനുമാകുന്നു. ഭഗവത് ഇച്ഛാനുസരണം ഒരു പ്രത്യേക കാലയളവിലേക്കായി മാത്രമാണ് ഈ വിശ്വപ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കുറെ കാലത്തേക്ക് ഈ പ്രപഞ്ചം നിലനിർത്തപ്പെടുന്നു. അനന്തരം ഭഗവത് ഇച്ഛാനുസൃതം ഉന്മൂലനം ചെയ്യപ്പെടുന്നു. ആകയാൽ സർവ്വ വിശ്വകർമ്മങ്ങളും പരമേച്ഛയ്ക്ക് വിധേയമാണ്. സൃഷ്ടാവിൽ വിശ്വാസമില്ലാത്ത അല്പജ്ഞാനികളായ നാസ്തികർ എല്ലാ വിഭാഗങ്ങളിലും നിശ്ചയമായും ഉണ്ട്. ദൃഷ്ടാന്തമായി ആധുനിക ശാസ്ത്രജ്ഞന്മാർ കൃത്രിമ ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അനേക മൈലുകൾ അകലെയുള്ള ബാഹ്യാന്തരീക്ഷത്തിൽ അല്പകാലത്തേക്ക് തങ്ങളുടെ നിയന്ത്രണത്തിൽ വിക്ഷേപിക്കുന്നു. അതേപോലെ അസംഖ്യ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അടങ്ങിയ സമസ്ത പ്രപഞ്ചത്തെയും പരമ ദിവ്യോത്തമ പുരുഷൻ സ്വശക്തിയാൽ നിയന്ത്രിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഒരു ജിജ്ഞാസ ഉണ്ട് അല്ലേ? രാത്രിയിൽ നമ്മൾ ഈ സ്റ്റാർസിനെ എല്ലാം കാണുമ്പം നമ്മൾ അവിടെ അവിടെ ഇൻഹാബിറ്റൻസ് ഉണ്ടോ? മനുഷ്യരായിരിക്കണം എന്നില്ല, അവിടെ ജീവജാലങ്ങളുണ്ടോ? അതുകൊണ്ടാണല്ലോ നമ്മൾ സ്പുട്നിക്കും നമ്മൾ റോക്കറ്റും ഒക്കെ വിട്ട് നമ്മൾ മൂണില് ലൈഫുണ്ടോ എന്നൊക്കെ കാണാനൊക്കെ പോകുന്നത് അല്ലേ? അപ്പം നമ്മൾക്ക് വെറും മനുഷ്യരുടെ ഈ ബുദ്ധി കൊണ്ട് ഇതൊക്കെ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കി വേറെ പ്ലാനറ്റ്സിലൊക്കെ പോകാമെങ്കിൽ നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാല്ലേ ഈ ഭഗവാന്റെ ആ ഒരു ബുദ്ധി വൈഭവം എത്രയുണ്ടെന്ന്. ഇത്രയും പ്ലാനറ്റ്സും ഇത്രയും യൂണിവേഴ്സസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് ഭഗവാനാണ്. എന്നിട്ട് ഈ പ്ലാനറ്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നില്ല, അതെല്ലാം അവരുടെ ഓൺ ഓർബിറ്റില് ആ സെയിം സമയത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു, റിവോൾവ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു അല്ലെ? അപ്പം അതിനൊക്കെ ഭഗവാന്റെ ആ ഇന്റലിജൻസ് എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതുപോലെ ഈ ഭാഗവതത്തിൽ ഇതെല്ലാം എങ്ങനെ സൃഷ്ടിച്ചു എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഈവൻ നമ്മളുടെ സൂര്യന്റെ ഡയമീറ്റർ എത്രയാണ്, ഈ ഭൂമിയുടെ ഡയമീറ്റർ എത്രയാണ്, അതുപോലുമുണ്ട്. ഈ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം വളരെ ആക്യുറേറ്റുമാണ്, കറക്റ്റാണ്. എന്തുകൊണ്ടാണ്? മനുഷ്യർക്കാണെങ്കിൽ 4 അവർക്ക് കുറ്റങ്ങളുണ്ട്, 4 അവർക്ക് പോരായ്മകളുണ്ട്. എന്താണ് ഈ 4 പോരായ്മകൾ ഉള്ളത്? അവര് തെറ്റ് സംഭവിക്കുന്നു, അവർക്ക് ഒരു they make mistakes. മനുഷ്യരാണെങ്കിൽ മേക്ക് മിസ്റ്റേക്സ്. പിന്നെ അവര് ഇല്യൂഷൻഡ് ആണ്, അവരുടെ അവരെ പ്രവണതയുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഇല്യൂഷൻഡ്, they make mistake. propensity to cheat എന്ന് പറഞ്ഞാൽ ബാക്കി ഉള്ളവരെ കളിപ്പിക്കാൻ, ചീറ്റ് ചെയ്യാനുള്ള പ്രവണത അവർക്കുണ്ട്.
പിന്നെ ഒന്നും കൂടിയുള്ള എന്താണ്? പ്രൊപ്പൻസിറ്റി ടു ചീറ്റ്. They make mistakes. പിന്നെ they are illusioned. They have the propensity to cheat. പിന്നെ ഒന്നും കൂടിയുണ്ട്, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അപ്പൊ അങ്ങനെ 4 തെറ്റ് ഡിഫക്ട്സ് ഉണ്ട് മനുഷ്യർക്ക്. അതുകൊണ്ട് അവര് സൃഷ്ടിക്കുന്ന എന്തിനും ഒരു ഗ്രന്ഥം എഴുതിയാൽ അതിൽ മിസ്റ്റേക്സ് കാണും. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെയാണ് വ്യാസദേവനായിട്ട് ലിറ്റററി ഇൻകാർണേഷൻ എന്ന് പറയും. വ്യാസദേവന് എംപവേർഡ്, വ്യാസദേവനും ഒരു ഭഗവാന്റെ ഒരു ശക്തിയായി കൊണ്ട് വന്നതാണ്. എന്നിട്ട് വ്യാസദേവൻ ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വ്യാസദേവൻ ഭഗവാൻ തന്നെ ആയതുകൊണ്ട് അതിൽ ഒരു തെറ്റും കുറ്റങ്ങളും കാണില്ല. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മള് എത്ര കൊല്ലം മുമ്പായിരുന്നു ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞത് തന്നെ വളരെ നമുക്ക് അറിയാവുന്ന ഇതിലായിരുന്നു അല്ലെ? ഗലീലിയോ ആണ് പറഞ്ഞത് ഭൂമി റൗണ്ട് ആണെന്നുള്ളത്. എന്നാൽ ഭാഗവതത്തിലും ഒക്കെ എത്രയോ വർഷങ്ങൾ മുമ്പ് എഴുതിയിരിക്കുന്ന ഭാഗവതത്തിലൊക്കെ അത് ഭൂലോകം ഗോളം എന്നാണ് പറയുന്നത് അല്ലെ? ഗോളം എന്ന് പറഞ്ഞാൽ റൗണ്ട്. അപ്പൊ അന്നേ അറിയാവുന്നതായിരുന്നു ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത്. അപ്പൊ ഈ നോളജ് ഒക്കെ വേദങ്ങളിലും ഈ പുരാണങ്ങളിലും ഒക്കെ ഉള്ള നോളജ് എന്ന് പറയുന്ന അത് അബ്സല്യൂട്ട് നോളജാണ്. അതിൽ ഒരു തെറ്റുമില്ല, ഒരിക്കലും തെറ്റ് വരില്ല. നമ്മൾക്കാണ് തെറ്റുകൾ സംഭവിക്കുന്നത്. ഭഗവാന് ആയ കാരണം ഒരു തെറ്റുമില്ല ഈ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ. പിന്നെ ഇനി നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കേ. 12 മണിയായി. ചിലവർക്കൊക്കെ എങ്കിലും എന്തെങ്കിലുമൊക്കെ കാണും ചെയ്യാന്. അപ്പൊ ഇവിടം വരെ നമ്മൾ തീർന്നു. ഇനി വേദിക് ലിറ്ററേച്ചർ, ഇൻ ദ വേദിക് ലിറ്ററേച്ചേഴ്സ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ആ ഇത് വെച്ച് ആർക്കെങ്കിലും മലയാളം ബുക്ക് ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരണം. അല്ലെങ്കിൽ മാതാജി മാത്രം വായിക്കേണ്ടി വരും. ഉണ്ട്. അപ്പൊ കൊണ്ടുവരണേ. അപ്പൊ മാറി മാറി വായിക്കാലോ. എന്റെ കയ്യിലുണ്ട് മാതാജി, പ്രഭുപാദരുടെ ഭാഗവതം തന്നെ ഉണ്ടല്ലേ? എന്നിട്ടാണോ ഇതൊന്നും കൊണ്ടുവരാതെ വെച്ചിരിക്കുന്നേ? എല്ലാരും ക്ലാസ്സിൽ വരുമ്പോ അതും കൂടി കൊണ്ടുവരണം. അപ്പൊ അത് ഓരോരുത്തരും ടേൺ ബൈ ടേൺ നമുക്ക് ഓരോ പാരഗ്രാഫ് ആയിട്ട് വായിച്ചിട്ട് അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രഭുപാദ് പറഞ്ഞ ഒന്നും മിസ്സാവാതെ നമുക്ക് എല്ലാം വായിച്ചു പോകാം. സമയമെടുത്താലും വായിച്ച് നമുക്ക് പോകാം. എന്നിട്ട് എക്സ്പ്ലനേഷൻ വേണ്ടത് ഞാൻ പറയുന്നില്ല. മാതാജി ഷെയർ ചെയ്ത് PDF നോക്കി വായിക്കാം. അത് വായിക്കാം. നിങ്ങൾക്ക് അത് ക്ലിയർ ആണെങ്കിൽ വായിക്കാം. അത് ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് നോക്കി വായിക്കാം. പിന്നെ ഗുരുവായൂർ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ അയക്കുകയാണെങ്കിൽ വേണ്ടവർക്ക് പ്രിന്റ് എടുക്കാലോ അല്ലേ മാതാജി? ഇത് അങ്ങനത്തെ വിധമാണോ അയച്ചതെന്ന് എനിക്ക് അറിയില്ലല്ലോ. എടുക്കാൻ പറ്റുമോ? അങ്ങനെ PDF ആയിട്ട് അങ്ങോട്ട് അയക്കുകയാണെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനൊന്ന് എൻ്റെ ഹസ്ബൻഡ് അടുക്ക ചോദിച്ചു നോക്കട്ടെ എങ്ങനെ PDF ആക്കാൻ പറ്റും കേട്ടോ. ഞാൻ നോക്കാം. അങ്ങനെ അയക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ അയക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം. ഇതിന് 10,500 എത്രയോ ആണ് ഈ ഒരു സെറ്റ് വാങ്ങുന്നതിന്. അത് 11,000 ആണ് ഇപ്പം. 11,000 ആയോ? അത് ശരി. 11,000 ആയി ഇപ്പൊ അല്ലേ? അത് ഈ ഗുരുവായൂരിലെ ബുക്ക് സ്റ്റാളുകളിലൊന്നും കിട്ടില്ല കേട്ടോ. ആരോ അങ്ങനെ പറയുന്ന കേട്ടു. അവിടെ നിന്നല്ല കിട്ടേണ്ടത്. ഇത് ഇസ്കോണിന്റെ സെന്ററിൽ നിന്ന് വാങ്ങണം. ഗുരുവായൂരിൽ ഇസ്കോണിന്റെ സെന്റർ ഉണ്ട്, അവിടെ കിട്ടുമായിരിക്കും. നിങ്ങൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രത്ത് തന്നെ കിട്ടും. അവർ അയച്ചു തരും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അയച്ചു തരുമായിരുന്നു. അയച്ചു തരുമായിരുന്നു. അപ്പൊ എവിടെയാന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് വല്ല ഇസ്കോൺ സെന്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് വാങ്ങുകയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് അഡ്രസ് തരികയാണെങ്കിൽ ഈ എന്താ പറയാ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ അഡ്രസ് ഇട്ടാല് ഞാൻ അത് എത്തിക്കാൻ വേണ്ടി ഞാൻ സെന്ററിൽ പറഞ്ഞ് അവരെ അയച്ചു തരും കേട്ടോ. അപ്പം എന്തോ പോസ്റ്റൽ ചാർജും കൂടെ കൊടുക്കേണ്ടി വരുമായിരിക്കും. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല.
കൊടുക്കണം, പോസ്റ്റൽ ചാർജ് കൊടുക്കണം. കൊടുക്കണം. അപ്പൊ അതുപോലെ നമുക്ക് കിട്ടും. അപ്പൊ അത് നോക്കൂ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാർട്ടിന്ന് ഞാൻ നോക്കാം. നിങ്ങൾക്ക് അത് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പോലത്തെ തരത്തിൽ എനിക്ക് തരാൻ പറ്റുമോ നോക്കാം. ഞാൻ മക്കളുടെ അടുക്കലും ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമായിരിക്കും. ഹരേ കൃഷ്ണ മാതാജി, നമുക്ക് ആദ്യം തെറ്റു പറ്റുന്നു. ചതിക്കാനുള്ള പ്രവണത. ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്, മായയ്ക്ക് വശമത. അതാണ്, ഇന്ദ്രിയങ്ങൾ അപൂർവമാണ്. അതാണ് നമ്മളുടെ സെൻസസ് ആർ ഇൻകംപ്ലീറ്റ്, അപൂർവമാണ്. അപ്പൊ ഈ 4, താങ്ക് യു മാതാജി പറഞ്ഞതിൽ. അപ്പൊ ഈ 4 തെറ്റുകൾ, ഡിഫക്ട്സ് ആണ് നമുക്കുള്ളത്. ഡിഫക്ട്സിന് മലയാളം എന്താ? പോരായ്മകളോ? അപൂർണത അല്ലേ? കുറവുകൾ. കുറവുകൾ. അപ്പൊ ഈ 4 കുറ്റങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നമ്മൾ പറയുന്നതിൻ്റെ അകത്തൊക്കെ എപ്പോഴും തെറ്റുകൾ വരും. നമ്മൾ ഒരു ലിറ്ററേച്ചർ എഴുതുകയാണെങ്കിൽ അതിൽ തെറ്റുകൾ വരാം. പക്ഷേ ഭഗവാൻ തന്നെയാണ് വ്യാസദേവനായി വന്ന് അവതരിച്ച് ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയത്. പുരാണങ്ങളും, ഈ 18 പുരാണങ്ങളും മഹാഭാരതവും വേദങ്ങളെ വേർതിരിച്ചതും എല്ലാം വ്യാസദേവനായിരുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാകുന്നുണ്ട്. എവിടെയെങ്കിലും സംശയം തോന്നിയാൽ അവിടെ തന്നെ വെച്ച് നിർത്തിയിട്ട് എന്നോട് ചോദിക്കാം കേട്ടോ. ഇനി ഹരേ കൃഷ്ണ. കൃഷ്ണപ്രിയ മാതാജി. അപ്പൊ എന്തെങ്കിലും എന്തോ എന്റെ നമ്പർ ആഡ് ചെയ്യുന്നില്ല ചെയ്ത പോലെ. ഒന്നും കൂടെ പറയോ? ഞാൻ കേട്ടില്ല. നമ്പർ നമ്പർ ആഡ് ചെയ്യണം അല്ലേ? പറയൂ. 96 33 0 77 888. 38 അല്ലേ? ചന്ദ്രിക തിലകൻ. എന്തായിരുന്നു പേര്? ചന്ദ്രിക. ചന്ദ്രിക തിലകൻ. ആഡ് ചെയ്യാം ഞാന്. ഓക്കെ മാതാജി, താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ഈ നോളജ് കൊണ്ട് ഗുണമുണ്ടാകും എന്ന് തോന്നിയാൽ അവരെയും കൂടെ അറിയിക്കണം. എന്നിട്ട് അവരെയും കൂടെ നമുക്ക് ചേർക്കാം ഇതില്. ഹരേ കൃഷ്ണ. എന്നുവെച്ചാൽ ഭാഗവതം എന്ന് പറഞ്ഞ ആദ്യം തൊട്ട് തുടങ്ങുകയല്ലേ ഇത്. ഇപ്പം വേറെ ക്ലാസ്സുകളിൽ കയറിയാൽ അവർ കുറെ പ്രോഗ്രസ് ചെയ്ത് കാണും. അപ്പൊ ആദ്യത്തെ ഭാഗം നമ്മൾക്ക് കേൾക്കാൻ പറ്റാതെ വരും. അപ്പൊ ആദ്യം തൊട്ട് തുടങ്ങുന്ന കാരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറയൂ. ഇത് വൈകിട്ടാക്കാൻ മേലായിരുന്നു. നമ്മുടെ ജോലി ടൈം ഒക്കെ ആയിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ ടൈം ഒക്കെ കേൾക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് വൈകിട്ട് 7 മണി തൊട്ടൊക്കെ ആയിരുന്നെങ്കിൽ മാതാജിമാർക്കൊക്കെ പറ്റും. ജോലിക്ക് പോണവർക്ക് ഇത് കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഞാന് വൈകിട്ട് ക്ലാസ് ഉണ്ട്. അത് വീക്കെൻഡ്സ് ആണ്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ വൈകിട്ട് 8 തൊട്ട് 9 വരെയുണ്ട്. അത് ഭഗവത്ഗീതയാണ്. ഇനി നിങ്ങൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് വേറെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം വീക്ക് ഡേയ്സ് രാത്രിയിൽ എടുക്കാൻ ശ്രമിക്കാം. പക്ഷെ അത്രയും ആൾക്കാർ വേണം കേട്ടോ. ഇത്രയും ആൾക്കാരെ കിട്ടുന്നില്ല വൈകിട്ടത്തെ ക്ലാസ്സില്. അതാണ് എനിക്കൊരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നമുക്ക് വെനസ്ഡേയും തേഴ്സ്ഡേയും കൂടി എടുക്കാം. ഞാൻ വെനസ്ഡേയും തേഴ്സ്ഡേയും പിന്നെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഭഗവത്ഗീത. അങ്ങനെ 2 ദിവസം വൈകിട്ട് ക്ലാസ് വേണേ എടുക്കാം. ഞാൻ ഗ്രൂപ്പിലൊന്ന് ഇട്ട് നോക്കട്ടെ. അത് വേറെ ഗ്രൂപ്പാണ്. ഈ രാധാറാണി സഭ 2 എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പുണ്ട്.
വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഞാൻ ഇട്ട് നോക്കട്ടെ എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. പ്രഭുവിനും വേറെ ആരെങ്കിലും ഒക്കെ അറിയാം ഇൻട്രസ്റ്റ് ഉള്ളവരെന്ന് വെച്ചാൽ അവരെ ഞാൻ പറയാം. ഞാൻ 2-3 പേരുടെ നമ്പർ ഇടാം, ഗ്രൂപ്പിലിടാം മാതാജി, ആ ഗ്രൂപ്പിലിടാം. ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. വൈകുന്നേരത്തെ ഭഗവത്ഗീത ക്ലാസ് ഒക്കെ നല്ലതായിരുന്നു, ഞാൻ കേട്ടോണ്ടിരുന്നു. നല്ല മറ്റുള്ള ക്ലാസ്സുകളിലേക്കാളൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. വൈകിട്ടത്തെ ക്ലാസ് ഇല്ല, വെള്ളി ശനിയാഴ്ചയും കണ്ടുള്ളത് ഭഗവത്ഗീത ക്ലാസ്. ശനിയായിരുന്നു. അപ്പൊ ഞാൻ ഫ്രീ ആണ്. ഹരേ കൃഷ്ണ. മാതാജി, അപ്പൊ ഈ സമയത്തെ ക്ലാസ് വേണ്ടാന്ന് വെച്ചിട്ട് ഉച്ചതിരിഞ്ഞാക്കാനാണോ? ഇല്ല 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 ഇല്ല, ഈ ക്ലാസ് നമുക്ക് തുടരും കേട്ടോ. എന്താ വെച്ചാൽ അമ്മമാര് വീട്ടില് അവർക്ക് ഏറ്റവും സൗകര്യം ഇത് തന്നെയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരും, ഹസ്ബൻഡൊക്കെ ഓഫീസിൽ നിന്ന് വരും, അവർക്ക് അവരെ നോക്കേണ്ടി വരും. അപ്പൊ ആ സമയം അവർക്ക് പറ്റില്ല. നൈറ്റും ക്ലാസ്സുകളുണ്ട് മാതാജി, അത് കാരണം ഈ സമയം ആയതുകൊണ്ടാണ് കയറാൻ പറ്റണേ. ഇതൊരു ഇത് ചെയ്യാമല്ലോ മാതാജി, എന്താ ഇതൊരു റെക്കോർഡ് ചെയ്തിട്ട് ഇട്ടാലും അത് പ്രയോജനമായിരുന്നു. റെക്കോർഡ് വോയിസ് മാത്രം റെക്കോർഡാക്കി ഇട്ടുകൊണ്ട്, വോയിസ് മാത്രം റെക്കോർഡ് മാതാജി പറയണ മാത്രം റെക്കോർഡാക്കി എടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും അത് ഉപകാരപ്പെടാം. മാതാജി അതിന് വേണ്ടി കഷ്ടപ്പെടുകയും വേണ്ടായിരുന്നു വേറെ ക്ലാസ്സിന് വേണ്ടിയിട്ട്. സമയമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം മാതാജി, അങ്ങനെ ചെയ്യണമെങ്കിൽ. റെക്കോർഡ് ചെയ്തിട്ടിടാതെ വീഡിയോ വേണ്ട, വോയിസ് മാത്രം റെക്കോർഡ് ചെയ്തിട്ട്. അത് നോക്കട്ടെ. അപ്പൊ അങ്ങനെയാണ് റെക്കോർഡ് കേൾക്കാൻ പറ്റുന്നവർക്കൊക്കെ കേറാം. അല്ലാത്തത് റെക്കോർഡിങ്ങിൽ അവർ യൂട്യൂബിൽ, ഇപ്പൊ യൂട്യൂബ് ഇല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ പറ്റുന്നവർക്ക് കേട്ടു. ഇതിപ്പോ നമുക്ക് മിക്ക ക്ലാസ്സും കട്ടായി പോകും. യൂട്യൂബിലുണ്ട് ശരിക്കും. അഭയചരൺ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ വരുന്നുണ്ട് റെക്കോർഡഡ്. പക്ഷേ നമുക്ക് എത്ര മഹാരാജാമാരുടെ ഒക്കെ ലെക്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് കേൾക്കാൻ പോകുന്നു, എന്റെ ലെക്ചർ കേൾക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്ര ഇൻട്രസ്റ്റ് കാണിച്ചല്ലോ. ഹരേ മാതാജി, ഹരേ മാതാജി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. മാതാജി, എന്റെ നമ്പർ കൂടെ ഒന്ന് ആഡ് ചെയ്യാവോ? നമ്പർ തരൂ. 94 97 200 237. ബിന്ദു വിജയൻ. ഞാൻ കൊല്ലം ഹരേ കൃഷ്ണ ഗ്രൂപ്പിലുള്ളതാണ്. അത് ശരി. അപ്പൊ അത്രയും നല്ല ക്ലാസ്സുകളൊക്കെ അവിടെ കിട്ടുന്നുണ്ടല്ലോ. ഉണ്ട്. എന്നാലും ഇതിൽ കയറിയതിൽ നന്ദി കേട്ടോ. ഓ താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, രാധേ രാധേ. ഹരേ കൃഷ്ണ മാതാജി. കാലത്ത് ഭാഗവതം ക്ലാസ്സിൽ മാതാജി ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ക്ലാസ് എടുത്തത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അത് ശരി. പറയുന്നുണ്ടായിരുന്നു കുടുംബത്തിലുള്ള എല്ലാരും മെമ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആരാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തിരുന്നു. പ്രഭുവിന്റെ വൈഫിന്റെ പേരെന്താ? സച്ചി മാതാജി. ഗൗരി മാതാജി. പ്രഭു കൽപ്പതരു കൃഷ്ണദാസ്. അത് കണ്ടു പേര്. മാതാജിയുടെ പേര് സച്ചി ദേവിദാസി. അല്ലേ? വിചാരിച്ചു ആരാണെന്ന്. ഭാഗവതം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, മുന്നേ ഭാഗവതം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടല്ലേ? മാതാജി അല്ലേ? ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, പ്രണാം. ഹരേ കൃഷ്ണ, പ്രണാമം. അങ്ങനത്തെ വലിയ ആൾക്കാരുടെ ഒക്കെ ക്ലാസ് കേട്ടിട്ട് പിന്നെ എന്റെ കേൾക്കുമ്പോ ഒന്നും ഇല്ലായിരിക്കും എനിക്ക്. ഞാൻ ഒരിക്കലും പറയുന്നത് മാതാജി, എല്ലാം നമ്മൾ ഭാഗവതല്ലേ മാതാജി പറയണേ? അതെ ശരിയാണ്. എല്ലാം ഭാഗവതം തന്നെയാണ്. ആര് ക്ലാസ് എടുത്താലും. മാതാജിയുടെ ക്ലാസ്സിന് വീണ്ടും കേൾക്കാനായിട്ട് യൂട്യൂബ് ചാനലിലും എല്ലാം ഇട്ടിട്ടുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. ഉണ്ട്, യൂട്യൂബിലുണ്ട് മാതാജി. അഭയചരൺ TV എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അഭയചരൺ, ABHAY, അഭയചരൺ, CHARAN. ആ യൂട്യൂബിൽ വരുന്നുണ്ട്.
ഹരേ കൃഷ്ണ മാതാജി. മാതാജി അവിടെയാണോ ഇത് റെക്കോർഡ്സ് കിട്ടുന്നത്, ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നത്? ഈ എന്താ ഇസ്കോൺകാര് റെക്കോർഡ് ചെയ്ത് അവര് ഇടുകയാണ് യൂട്യൂബില്. അല്ല ഇപ്പൊ മാതാജി മാതാജിയുടെ ഭഗവത്ഗീത ക്ലാസ് അല്ലേ മാതാജി? എന്തോ മാതാജിയുടെ ഭഗവത്ഗീത ക്ലാസ് അല്ലേ അത് റെക്കോർഡ് ഇതായിട്ട് ആ വരുന്നത്? ഭഗവത്ഗീത ക്ലാസ്സും ഉണ്ട്, ഇന്നലത്തെ ഭാഗവതവും ഇട്ടിട്ടുണ്ട്. ആ ആ ഈ ക്ലാസ്സും വരുന്നുണ്ടോ ഇതിനകത്ത് യൂട്യൂബിനകത്ത്? ഈ ക്ലാസ്സും വരുന്നുണ്ട്. ഇന്ന് ശരിക്കും അത് ഞാൻ മറന്നു ഗ്രൂപ്പിൽ റെക്കോർഡ് പ്രസ് ഇട്ടേക്കുവാ. ചെയ്യാൻ. ആരോ അതിന്റെ റെക്കോർഡ് പേരൊന്ന് പ്രസ് ഗ്രൂപ്പിൽ ചെയ്തു. ഇട്ടേക്കുവാ. എന്തോ ഗ്രൂപ്പിൽ ഇട്ടേക്കുവാ. അതിന്റെ പേരൊന്ന് ഗ്രൂപ്പിൽ ഇട്ടേക്കുവാ. ഇടാം. യൂട്യൂബിന്റെ പേര്. അപ്പൊ മാതാജി ഇന്നലെ എടുത്ത ക്ലാസ്സും ഒക്കെ അതില് വരുന്നുണ്ട് അല്ലേ? ഉണ്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഏതെങ്കിലും സമയത്ത് കയറാൻ പറ്റിയ അങ്ങനെ കേൾക്കാം. ഞാനത് പ്രോത്സാഹിപ്പിക്കാൻ എന്താന്ന് വെച്ചാല് ആരെങ്കിലും മെനക്കെട്ടി 1.5 മണിക്കൂർ ഇരുന്ന് കേൾക്കുമോ എന്ന് എനിക്ക് സംശയം തോന്നി. ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കും. നമ്മൾ യൂട്യൂബിട്ട് കേൾക്കുമോ എനിക്കറിയില്ല. എനിക്ക് അതത്ര യൂസ്ഫുൾ ആയിട്ട് താല്പര്യമുള്ളവര് കേൾക്കും ഒരു മാതാജി. ദിവസം ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാമല്ലോ. കേൾക്കാം. പിന്നെയാണെങ്കിൽ എനിക്ക് 11:30 തൊട്ട് ഇനി വ്യാഴാഴ്ച തൊട്ട് സച്ചി മാതാജിയുടെ ഭാഗവതം ക്ലാസ് ഉണ്ടേ. അപ്പൊ 11:30 ആവണ നേരത്ത് ഞാൻ ചിലപ്പോ ഇതിന്ന് ഇതാവും മാതാജി. പുതിയതായിട്ട് തുടങ്ങുകയാണോ മാതാജി? ഞങ്ങള് കുറച്ച് പേര് ഇവിടെ ഞങ്ങളുടെ ഇരിങ്ങാലക്കുട ഇതില് നാമകട്ടയിലുള്ള കുറച്ച് പേര്. അത് ഞങ്ങള് ദീക്ഷ എടുക്കാനൊക്കെ നമ്മള് ഭാഗവതം 1 സ്കന്ധം അത് വായിച്ചിരിക്കണം, അത് മനസ്സിലാക്കിയിരിക്കണം എന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കണതാ. ശരി. 11:30 പോകും അല്ലേ? 11:30. മാതാജി ഇത് 12 മണി വരെയാണല്ലോ. അപ്പൊ ഇത് ഇന്നൊന്നും ഇല്ല. ഇപ്പൊ വ്യാഴാഴ്ച തൊട്ടാണ് തുടങ്ങണതേ. എന്നുമുണ്ടോ? അത് ചില ദിവസങ്ങൾ ഇല്ലാത്ത ദിവസം ഞാൻ എന്തായാലും കയറും മാതാജി. അതല്ലാണ്ട് വരുന്ന സമയങ്ങളിൽ ചിലപ്പോ ഞാൻ ഒന്ന് ഉണ്ടാവും മാതാജി. മാതാജി ക്ഷമിക്കണം, അങ്ങനെ ഇതായതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. അപ്പം ഓൾ ദ മോർ ബാക്കിയുള്ളവർക്കും ഭാഗവതമുള്ളവരെ കൊണ്ടുവരണം. എന്നുവെച്ചാൽ മാതാജി മാത്രമാണ് ഇന്ന് വായിച്ചത്. അപ്പൊ ബാക്കിയുള്ളവരും കൂടെ അല്ല, ഞാൻ വായിക്കാൻ. കരുതിയത് ബാക്കിയുള്ളവരിലും മലയാളം ഇല്ല എന്നാണ് വിചാരിച്ച മാതാജി. പക്ഷെ പറഞ്ഞപ്പോഴാണ് മിക്ക 4-5 പേരുടെ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അവരെല്ലാരും വായിക്കണം. ടേൺസ് എടുത്ത് നമുക്ക് വായിക്കാം. എന്റെ കയ്യിലുണ്ട്, പക്ഷേ എനിക്ക് മലയാളം വായിക്കാൻ കുറച്ച് വിഷമമാണ്. അതുകൊണ്ടാണ്. മാതാജി ഇവിടെ ഏത് നാട് മാതാജി? ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം. ഇവിടെ ആയിരുന്നില്ലേ, പുറമേ ആയിരുന്നോ? ഞാന് ശരിക്കും ഇവിടെ തന്നെ ആയിരുന്നു. ഞാൻ ഹോളി ഏഞ്ചൽസിലാ പഠിച്ചത്. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വെളിയിലാ വർക്ക് ചെയ്തത്. അതൊക്കെ കൊണ്ട് അവിടെ നമ്മൾ അത്ര മലയാളം പറയില്ലല്ലോ. ഗ്രാമർ ഒന്നും അങ്ങനെ ശരിയായിട്ട്, പിന്നെ ചില കട്ടിയുള്ള വേർഡ്സ് ഒന്നും എനിക്ക് കിട്ടില്ല. നമ്മൾ സാധാരണ വീട്ടിൽ പറയുന്ന കുറെയൊക്കെ സ്ലാങ്സ് ഒക്കെ ആയിരിക്കും അല്ലെ? എന്നാലും മലയാളം പറയുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷ് വരുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കുറച്ച്. ഞാൻ എന്നിട്ട് ഈ എഴുതി വെക്കുന്ന എന്റെ നോട്ട്സിന്റെ അകത്ത് ഞാൻ അതിന്റെ മുകളിൽ മലയാളം എഴുതി വെക്കും. ഓളം എന്നുള്ള ട്രാൻസ്ലേഷനിൽ പോയി നോക്കി മലയാളം വാക്കുകൾ എഴുതി വെക്കാറുണ്ട്. എന്തായാലും മാതാജി ഈ പ്രായത്തിലും മാതാജി കാണിക്കണ എന്നിട്ട് പറയാ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സില്ലേ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു മാതാജി. ഹരേ കൃഷ്ണ. ഞാനിവിടെ വെറുതെ ഇരിക്കുക മാതാജി. അല്ല, വെറുതെ ഇരിക്കണ പലരും ഉണ്ടല്ലോ, അറിവുള്ള ആൾക്കാരും ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മാതാജി വെറുതെ ഇരിക്കണില്ലല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം അല്ലേ? കൃഷ്ണ അനന്തകോടി വൈഷ്ണവ വൃന്ദ കീ ജയ്. ഹരേ ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.